ബഹുമാനപ്പെട്ട ഉസ്താദ് അവർകൾ, ശ്രോതാക്കളായിട്ടുള്ള പണ്ഡിതന്മാർ, സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്നത് ഒരു മഹാപ്രസ്ഥാനമാണ്. കേരള ജനതയുടെ രക്ഷാകവചമാണ് വിശ്വാസപരമായും ഭൗതികമായും. നിരവധി വഴികേടുകൾ കേരളീയരെ സംഘടിതമായി വേട്ടയാടിയപ്പോൾ സ്വത്വ സംരക്ഷണത്തിന് നേതൃത്വം നൽകിയത് സമസ്തയാണ്. വ്യക്തിചരിത വിഭാഗങ്ങളുടെ കുൽസിത നീക്കങ്ങൾ 1925 മുതൽ സംഘടന രൂപം കൈക്കൊണ്ടപ്പോൾ പ്രതിരോധത്തിന് മുന്നിൽ നിന്നത് സമസ്തയാണ്. ഉലമാഇനെ ഇകയ്ത്തുന്ന കുപ്രചരണങ്ങൾ അന്നും ഇന്നും നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. മതപരമായി ഖുറാഫികൾ എന്ന മുദ്രണം നടത്തിക്കൊണ്ടേയിരിക്കുകയും ചെയ്യുന്നു. വിദ്യാഭ്യാസത്തിൻ്റെ അന്ധകരെന്ന ദുഷ്പ്രചരണം മുറക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ലോകം തിരിയാത്തവരെന്ന ആരോപണം നിരന്തരം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഒരു ദശാസന്ധിയിൽ മർഹൂം സയ്യിദ് വരക്കൽ തങ്ങളുടെ സാന്നിധ്യത്തിൽ വെള്ളി വെളിച്ചമായി വിളക്കുമാടമായി രൂപം കൊണ്ട പ്രസ്ഥാനമാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ. ഈ 100ൻ്റെ ആഘോഷവേളയിൽ നമുക്ക് ബഹുമാനപ്പെട്ട ഉസ്താദിൻ്റെ കൂടെ നമുക്ക് ചേരാം. 4 നൂറ്റാണ്ട് കാലം അതല്ലെങ്കിൽ അതിലേറെ സമസ്തയുടെ മുശാവറയിൽ നേതൃത്വം വഹിച്ചുകൊണ്ടിരിക്കുന്ന, നെടുനായകത്വം വഹിച്ചുകൊണ്ടിരിക്കുന്ന ഉസ്താദിനോട് നമുക്ക് വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നമുക്ക് ചോദിച്ചറിയാം. പ്രിയപ്പെട്ട ഉസ്താദിൻ്റെ സമസ്ത അംഗത്വത്തിൽ നിന്ന് തന്നെ തുടങ്ങാം എന്ന് ആഗ്രഹിക്കുന്നു. സമസ്ത കേരള ജമിയത്തുൽ ഉലമയിൽ നായകത്വം വഹിക്കുന്നത് ഞാനല്ല, നമ്മുടെ ഗുരുവര്യന്മാരായ വലിയ ആലിമീങ്ങളാണ്. ഞാൻ അവരുടെ ഒരു ഖാദിമായി അവരുടെ കൂടെ പ്രവർത്തിക്കുന്ന ഒരു പ്രവർത്തകനാണ്. സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന മഹത്തായ സംഘടന അത് രൂപീകരിച്ചത് വളരെ അനിവാര്യമായും അങ്ങനെ ഒരു സംഘടന രൂപീകരിക്കൽ ആവശ്യമായ സമയത്ത് അവസരോചിതമായ ഒരു തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. പരിശുദ്ധ ഇസ്ലാം ഓരോ കാലഘട്ടങ്ങളിലും പല സ്ഥലങ്ങളിലും പല വെല്ലുവിളികളും നേരിടേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെ ഓരോ വെല്ലുവിളികളും നേരിടുമ്പോൾ അതിനെ മറികടക്കാൻ കഴിയുന്ന വിധത്തിലുള്ള ഓരോ പ്രവർത്തനങ്ങളും അതാത് കാലഘട്ടത്തിലുള്ള പണ്ഡിതന്മാർ കാഴ്ചവെക്കുകയും അതിൽ അവർ വിജയം കൈവരിക്കുകയും അങ്ങനെ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ കൃത്യമായി ഇവിടെ അവർ നിലനിർത്തിപ്പോരുകയും ചെയ്തിട്ടുണ്ട്. ആ നിലക്ക് രൂപീകരിക്കപ്പെട്ട ഒരു സംഘടനയാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ. ഞാനതിൻ്റെ മുശാവറയിലേക്ക് നമ്മുടെ ഗുരുവര്യരായ ഉസ്താദുമാർ, പ്രത്യേകിച്ചും മർഹൂം മൗലാന നൂറുൽ ഉലമ MA ഉസ്താദ് അവറുകൾ അഭിപ്രായം പറഞ്ഞ് എന്നെ മുശാവറയിലേക്ക് ബഹുമാനപ്പെട്ട താജുൽ ഉലമയും സുൽത്താനുൽ ഉലമയുമൊക്കെ കൊണ്ടുവന്നത് വാഴക്കാട് പരിശുദ്ധ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ ആശയങ്ങൾക്കെതിരെ സുന്നത്ത് ജമാഅത്തിൻ്റെ വിരോധികൾ വളരെ ഗംഭീരമാണ് എന്ന് അവർക്ക് തോന്നുന്ന വിധത്തിലുള്ള പരിപാടികൾ സംഘടിപ്പിച്ചപ്പോൾ അതിനെ എല്ലാം അള്ളാഹുവിൻ്റെ തൗഫീഖ് കൊണ്ട് കൃത്യമായി കിതാബുകൾ വെച്ച് മറുപടി പറഞ്ഞ് സുന്നത്ത് ജമാഅത്തിനെ സ്ഥാപിച്ച് വാഴക്കാട് ആ പരിപാടിയിൽ പങ്കെടുത്തവരാണ് ഇന്നും സുന്നത്ത് ജമാഅത്തിൻ്റെ പ്രവർത്തനരംഗത്ത് സജീവമായി മുന്നേറുന്ന യുവാക്കളായ പണ്ഡിതന്മാരും നേതാക്കളും പലരും. ആ ഒരു സാഹചര്യത്തിലാണ് എന്നെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയിലേക്ക് എടുത്തത് എന്നാണ് എൻ്റെ ഓർമ്മ. കൃത്യമായി ഡേറ്റ് മിനിറ്റ്സ് നോക്കാതെ പറയാൻ കഴിയില്ല. 2002 മുമ്പായിട്ട് തന്നെ ഉസ്താദ് മുശാവറയിൽ അംഗമാണെന്നാണ് സമസ്തയുടെ ചരിത്രത്തിൽ നിന്നൊക്കെ മനസ്സിലാകുന്നത്. ഏതായാലും ഇവിടെ
ആദ്യം തന്നെ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം നേരറിവിൻ്റെ നിലാവ് എന്നാണല്ലോ. അപ്പോൾ ഉസ്താദ് നാദാപുരം ഖണ്ഡനത്തിലൊക്കെ ഒരു ഖണ്ഡനം തന്നെ അതിന് നല്ല രൂപത്തിൽ സമയം ചെലവഴിച്ചത് സനദ് നിർബന്ധമാണ്, മതത്തിൽ സനദ് ഇന്നമദ്ദീനു ബിൽ ഇസ്നാദ് എന്ന് തുടങ്ങി ഒരുപാട് തെളിവുകൾ ഉദ്ധരിച്ച് ഉസ്താദ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ സനദ് ഉസ്താദിൻ്റെ സനദ് കൃത്യമായി അവതരിപ്പിക്കുകയും ശേഷം പ്രതിയോഗിയോട് വളരെ നല്ല രൂപത്തിൽ വെല്ലുവിളിച്ചുകൊണ്ട് ഉസ്താദ് ചോദിച്ചു, നിങ്ങളെ സനദ് കൊണ്ടുപോവാ. പലവട്ടം ഉസ്താദ് ചോദിച്ചു. അവസാനം ഉസ്താദ് അവതരിപ്പിച്ച അതേ സനദ് തന്നെയാണ് ഞങ്ങൾക്കും പറയാനുള്ളത്. കെ എം മൗലവിയും ഉമ്മർ മൗലവിയും അവസാനം എത്തിച്ചേർന്നത് ചാലിലകത്ത് കുഞ്ഞഹമ്മദ് ഹാജിയിലേക്കാണ്. ചാലിലകത്ത് കുഞ്ഞഹമ്മദ് ഹാജി ആണെങ്കിൽ സുന്നിയാണെന്ന് അവരുടെ പുസ്തകത്തിൽ എഴുതി വെച്ചത് ഉസ്താദ് സമർത്ഥിക്കുകയും ചെയ്തു. അതോടുകൂടി സനദ് മുറിയാണ്. എൻ്റെ ചോദ്യം, സനദിനെ കുറിച്ച് ഉസ്താദ് ഒന്ന് വിശദീകരിച്ചാൽ നന്നായിരുന്നു. അതായത് അവർക്ക് ഉസ്താദുമാരുണ്ട്, അവരും പഠിക്കുന്നുണ്ട്, അവരും ബിരുദം വാങ്ങുന്നുണ്ട്, എല്ലാം അവരും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. ഇപ്പം പുതിയ കാലത്ത് ഈ സനദിനെ കുറിച്ച് എന്താണ് ആ ഒരു തലത്തിൽ എങ്ങനെയാണ് അതിനെ മനസ്സിലാക്കേണ്ടതെന്ന് ഉസ്താദ് ഒന്ന് വിശദീകരിച്ചാൽ സന്തോഷമായിരുന്നു. 1996-97 കാലത്തായിരിക്കും വാഴക്കാട് സംവാദം നടന്നത്. അതിൻ്റെ ശേഷമാണ്, അതിനോടനുബന്ധിച്ചാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമയിലേക്ക് ഞാൻ തിരഞ്ഞെടുക്കപ്പെടുന്നത്. 2005-2006 ഏകദേശം ആ കാലത്താണ് നാദാപുരം ഖണ്ഡനം നടക്കുന്നത്. ആ രണ്ട് ഖണ്ഡനത്തിനിടയിൽ ഏകദേശം ഒരു 5-8 വർഷം അല്ലെങ്കിൽ 5-10 വർഷത്തെ നീളമുണ്ടാകാൻ സാധ്യതയുണ്ട്. സനദ് എന്ന് പറയുന്നത് അടിസ്ഥാനം എന്നാണല്ലോ അതിൻ്റെ അർത്ഥം. നമ്മൾക്ക് പരിശുദ്ധ ദീനുൽ ഇസ്ലാം എവിടുന്നോ വീണ് കിട്ടിയത് അല്ല. ദീനിൻ്റെ അറിവുകളും ദീനിൻ്റെ ഇൽമും നമുക്ക് എവിടെ നിന്നോ ആരും അറിയാതെ കിട്ടിയതല്ല, മറിച്ച് അത് കൃത്യമായ പരമ്പരയിലൂടെ ലഭിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ സഹീഹുൽ ബുഖാരി അടക്കമുള്ള ഉന്നതമായ ഗ്രന്ഥങ്ങളുടെ ഏറ്റവും വലിയ മഹത്വം തന്നെ അതിൻ്റെ സനദ് വളരെ കൃത്യവും സത്യസന്ധവും ആണ് എന്നതാണ്. ചില കിതാബുകൾക്ക് സഹീഹുൽ ബുഖാരിയുടെ അത്രത്തോളം പ്രാഗൽഭ്യം ഇല്ലാതെ പോകാൻ കാരണം അതിൻ്റെ സനദിൽ പലതും അത് വേണ്ടതുപോലെ 100% കൃത്യതയും അത് സത്യസന്ധവും ആണോ എന്നതിൽ സംശയങ്ങൾ ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ സനദ് എന്നത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. നാം പഠിക്കുകയും പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഓരോ കിതാബുകൾക്കും നമ്മുടെ മുൻഗാമികൾ അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരെ ആ ദീനിൻ്റെ ഇൽമ് കിട്ടിയതിന് ഉള്ള പരമ്പര, അതാണ് സനദ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ നമ്മുടെ നേരെ മുന്നേയുള്ള ഒരു പണ്ഡിതൻ, അദ്ദേഹത്തിൽ നിന്ന് ഞാൻ ഇൽമു പഠിക്കുകയും ശേഷം ഞാൻ അദ്ദേഹം ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയ ഒരാളാണ് എന്ന് പ്രഖ്യാപിക്കുകയുമാണെങ്കിൽ എൻ്റെ സനദ് എനിക്ക് അങ്ങോട്ട് ഇല്ല, അവിടെ വെച്ച് തീർന്നു എന്നത് ഉറപ്പാണ്. അപ്പോൾ പുത്തൻവാദികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സനദില്ല എന്ന് നമ്മൾ പറയുന്നത് അവരുടെ ഗുരുനാഥന്മാർ പഠിപ്പിച്ച ആശയത്തിൽ നിന്ന് അവർ പുറംചാടിപ്പോവുകയും ഗുരുനാഥന്മാർ ശിർക്ക് ചെയ്ത മുശ്രിക്കുകളാണ് എന്ന് അവർ പ്രഖ്യാപിക്കുകയും ചെയ്തുകൊണ്ട് അവരവിടെ വെച്ച് അത് കട്ട് ചെയ്ത് കളഞ്ഞു. അത് തന്നെയാണ് മൗദൂദിയും ഞാൻ ഇതുവരെ തുടർന്ന് വരുന്ന മതത്തിൻ്റെ മാല എൻ്റെ കഴുത്തിൽ നിന്ന് പൊട്ടിച്ചെറിയുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് മൗദൂദി രംഗത്ത് വന്നത്. അതുപോലെ പുത്തൻവാദികളെല്ലാവരും അവർ സ്വന്തത്തിൽ ഒരു മതം ഉണ്ടാക്കുകയാണ്. ആ മതം ഉണ്ടാക്കുമ്പോൾ നേരത്തെ ഉള്ള ആളുകളുടെ പരമ്പര അവർക്ക് ആ ആശയത്തിലൊന്നും തന്നെ ചൂണ്ടിക്കാണിക്കാൻ കഴിയില്ല. അപ്പോൾ നേരത്തെ ഉദാഹരണം പറഞ്ഞതുപോലെ ചാലിലകത്ത് കുഞ്ഞഹമ്മദ് ഹാജി നവറല്ലാഹു മർക്കദഹു മഹാനവറുകൾ ഖുതുബി മുഹമ്മദ് മുസ്ലിയാർ അവറുകളുടെ ഗുരുവര്യരാണ്. ബഹുമാനപ്പെട്ടവരെ സംബന്ധിച്ച് ഉമർ മൗലവി അടക്കം അദ്ദേഹം മുജാഹിദല്ല എന്നാണ് എഴുതി വെച്ചിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹം മൗലിദ് ഓതുന്ന ആളാണ്. അതുപോലെ
തവസ്സുൽ ചെയ്യുന്ന ആളാണ്, ഇസ്തിഗാഥ ചെയ്യുന്ന ആളാണ്, അതിനെയൊക്കെ അംഗീകരിക്കുന്ന ആളാണ്. അപ്പോൾ അത് അംഗീകരിച്ചാൽ അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്താണ് എന്നാണ് ഇവരുടെ വാദം. ആ വാദമനുസരിച്ച് അവരുടെ ഗുരുവര്യനുമായുള്ള ബന്ധം, ആത്മീയമായ ബന്ധം അവിടെ വെച്ച് മുറിഞ്ഞു പോയിരിക്കുന്നു. പിന്നെ ഇവർക്ക് ഇത് എവിടുന്ന് കിട്ടി എന്ന ചോദ്യത്തിന് അവർക്കതിന് കൃത്യമായ മറുപടി പറയാൻ കഴിയില്ല. അത് പൈശാചികമായ ഒരു സന്ദേശത്തിൽ നിന്ന് പിശാച് അവരെ വഴിപിഴപ്പിച്ചതാണ് എന്ന് തന്നെ പറയേണ്ടി വരും. മുൻകാലത്തുള്ള ആളുകളും അങ്ങനെ തന്നെയാണ്. ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹുവിൻ്റെ ദർസിൽ പഠിച്ചുകൊണ്ടിരുന്ന വാസിൽ ഇബ്നു അത്വാ എന്ന് പറയുന്ന മനുഷ്യൻ ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹുവിൻ്റെ ആശയത്തിന് വ്യതിചലിച്ചുകൊണ്ടാണ് മുഅ്തസിലത്ത് എന്ന് പറയുന്ന കക്ഷികൾക്ക് രൂപമുണ്ടായ ഇത്തിസാലി വിശ്വാസം എന്ന് പറയുന്നത് രൂപപ്പെട്ടത്. ഇതേപോലെ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെയും മറ്റും തള്ളിപ്പറഞ്ഞുകൊണ്ടാണ് അവർ മുശ്രിക്കാണ് എന്ന് വാദിച്ച ഖവാരിജി പുറപ്പെട്ടത്. അങ്ങനെ തുടങ്ങിയിട്ട് എല്ലാ പുത്തൻവാദികളും അവരുടെ മുൻഗാമികളായ ആളുകളെ തള്ളിപ്പറഞ്ഞ് അവർ സ്വന്തത്തിൽ പുതിയ ആശയം രൂപീകരിക്കുന്നു എന്നതുകൊണ്ടാണ് അവരെ സംബന്ധിച്ച് പുത്തൻ ആശയക്കാർ എന്ന് പറയുന്നത്. പുത്തൻ ആശയം എന്ന് അവരുടെ ആശയത്തെക്കുറിച്ച് പറയുന്നതും അതുകൊണ്ടാണ്. അപ്പോൾ അവർക്ക് സനദില്ല എന്നത് വളരെ കൃത്യമാണ്. നിങ്ങളുടെ സനത് തന്നെയാണ് ഞങ്ങളുടെ സനതും എന്ന് പറഞ്ഞാൽ അവരും ഇവരും വിശ്വാസത്തിൽ യോജിക്കണം. ഏതെങ്കിലും ഒരു ഫുറൂഇയായ കർമ്മപരമായ ഒരു മസ്അലയിലുണ്ടാകുന്ന ഭിന്നത പോലെയല്ല മുസ്ലിമാണോ മുശ്രിക്കാണോ എന്ന ചർച്ച. ഒരു ഇമാമും അവരുടെ മുൻഗാമികളെ സംബന്ധിച്ച് ആ ഇമാമും മുശ്രിക്കായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടൊരു സനത് ആരും ഇന്നേ വരെയും ചൂണ്ടിക്കാണിച്ചിട്ടില്ല. അങ്ങനെ ചൂണ്ടിക്കാണിക്കുന്നതിന് അർത്ഥവും ഇല്ല. ഒരു മുശ്രിക്കായ അബൂജഹലിനെ മുൻനിർത്തിയിട്ട് അബൂജഹലാണ് ഇതിൽ എനിക്ക് പഠിപ്പിച്ചു തന്നത് എന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും അതിൻ്റെ കഥ? അപ്പം അതുകൊണ്ട് തന്നെ അവർക്ക് സനത് ഇല്ല, നമുക്ക് സനത് ഉണ്ട്. അതാണ് ശരി. ഇപ്പോഴത്തെ പുതിയ കാലത്ത് AI ഒക്കെ ഉപയോഗിച്ചിട്ട് സാധാരണക്കാർ വരെ മസ്അലകളും മറ്റൊക്കെ തേടുന്ന കാലമാണ്. അപ്പോൾ ഈ പശ്ചാത്തലത്തിൽ സനദകളുടെ പ്രാധാന്യം കുറയുകയാണോ എന്നുള്ളതാണ്. അല്ല, ഞാൻ ഇന്നലെ AI-നോട് ഒരു ചോദ്യം ചോദിച്ചു. അത് മസ്അലയല്ല, മസ്അല AI-നോട് ചോദിക്കേണ്ടതല്ല, അത് കിതാബ് എടുത്ത് നോക്കേണ്ട സംഗതിയാണ്. AI-നോട് ചോദിച്ചത് കൊട്ടപ്പുറം സംവാദം നടന്നത് ഏത് കൊല്ലത്തിലായിരുന്നു എന്നാണ്. അപ്പോൾ AI പറഞ്ഞത് അതിൻ്റെ ചരിത്രം ലഭ്യമല്ല എന്നാണ്. ഇന്ന് നിങ്ങൾ ചോദിച്ചാലും ചിലപ്പോൾ അതിനായിരിക്കും മറുപടി. പക്ഷേ നാളെ ആരെങ്കിലും അതിൻ്റെ ഡേറ്റ് ഇന്നതാണ് എന്ന് അവർക്ക് വിവരം കൊടുത്താൽ ചിലപ്പോൾ അവർ നാളെ അത് മാറ്റി പറഞ്ഞു എന്ന് വരും. അപ്പം അവർക്ക് മറ്റുള്ളവർ കൊടുക്കുന്ന അറിവനുസരിച്ചാണ് അവർ പറയുന്നത്. അവർക്ക് അറിവ് പഠിപ്പിച്ചു കൊടുത്തത് ഒരു പുത്തൻവാദിയാണെങ്കിൽ അവർ ആ പുത്തൻവാദം അനുസരിച്ച് പറയും. ഒരു സുന്നി ആശയമാണ് പറഞ്ഞു കൊടുത്തെങ്കിൽ സുന്നി ആശയം അനുസരിച്ച് പറയും. അതുകൊണ്ട് AI എന്ന് പറയുന്നത് ഒരു തുടരപ്പെടാൻ പറ്റുന്ന ഇമാമല്ല, മറിച്ച് അത് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ അറിവുള്ളവരും അറിവില്ലാത്തവരൊക്കെ അവരുടെ അറിവ് കൈമാറിയിട്ട് അത് പ്രതിഫലിപ്പിക്കുന്ന ഒരു സാധനം മാത്രമാണ് AI എന്ന് പറയുന്നത്. ഈ അടുത്ത് ഉസ്താദിൻ്റെ ഒരു പ്രസംഗത്തിൽ പെൺകുട്ടികളെ സുന്നികൾക്ക് മാത്രമേ വിവാഹം കഴിച്ചു കൊടുക്കാവൂ എന്ന പ്രസ്താവന ഈ അടുത്ത് ഉസ്താദ് നടത്തിയിരുന്നു. ഐക്യപ്പെടേണ്ട കാലത്ത് ഇത്തരം പ്രസ്താവനകൾ ഭൂഷണമാണോ എന്ന് ചിലർ വിമർശിച്ചിരുന്നു. ഇത്തരം വിമർശനങ്ങളെ എങ്ങനെയാണ് കാണുന്നത്? നമ്മുടെ ഇന്ത്യ രാജ്യത്ത് സമ്മിശ്ര വിവാഹം എന്ന പേരിൽ മുസ്ലിങ്ങളും അമുസ്ലിങ്ങളും തമ്മിലുള്ള വിവാഹം നടക്കുന്നുണ്ട്. അങ്ങനെ വിവാഹം നടത്താൻ പാടില്ലെന്നാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്. അത് നമ്മൾ പറയുമ്പോൾ അത് മാനുഷിക ഐക്യത്തിന് എതിരാണ്, ഇവർ മനുഷ്യർക്കൊപ്പം എന്നും പറഞ്ഞ് പ്രസംഗിച്ച് നടക്കുന്നവരാണ് എന്ന് ഒരാൾ പറഞ്ഞാൽ അത് മതപരമായ അവൻ്റെ അറിവുകേടാണ്. അതിന് മാനുഷിക ഐക്യം എന്ന് പറയുന്നത് മനുഷ്യർക്കിടയിൽ സാമൂഹ്യമായ വിഷയങ്ങളിൽ നമ്മൾ പരസ്പര സഹകരണവും സഹായങ്ങളുമൊക്കെ കൊടുക്കണം എന്നാണ്. ഒരു പാവപ്പെട്ട മനുഷ്യന് ചികിത്സ കൊടുക്കുമ്പോൾ അയാളെ മതം നോക്കിയിട്ടല്ല ചികിത്സ കൊടുക്കേണ്ടത്. അതേപോലെ ഒരു ബിസിനസ് നടത്തുമ്പോൾ ചിലപ്പോൾ യഹൂദിയുടെ അടുക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പടത്തൊപ്പി അല്ലെങ്കിൽ പടയങ്കി പണയം വെച്ചു എന്ന് ഹദീസിലുണ്ട്. അതിനർത്ഥം അതേപോലെ തന്നെ വിവാഹവും നടത്താം,
എന്നല്ല. പരിശുദ്ധ ഖുർആൻ വ്യക്തമായി മുശ്രിക്കീങ്ങൾക്ക് വിവാഹം ചെയ്തു കൊടുക്കാൻ പാടില്ലെന്നും അതുപോലെ മുശ്രിക്കത്തായ പെണ്ണിനെ വിവാഹം ചെയ്യാൻ പാടില്ലെന്നും പറഞ്ഞിട്ടുണ്ട്. മുജാഹിദ്, ജമാഅത്ത് ഇസ്ലാമി തുടങ്ങിയവരുടെ അഭിപ്രായമനുസരിച്ച് നമ്മൾ മുശ്രിക്കീങ്ങളാണ്. അപ്പോൾ അവരുടെ മകളെ അവർ നമുക്ക് ഒരു നിലക്കും ഖുർആൻ്റെ അടിസ്ഥാനത്തിൽ അവരെ വിശ്വാസപ്രകാരം വിവാഹം ചെയ്തു തരാൻ പാടില്ലാത്തതാണ്. നമ്മൾ അവരിൽ നിന്ന് വിവാഹം ചെയ്യാൻ വകുപ്പില്ലാത്തതുമാണ്. കാരണം ഖുർആൻ അങ്ങനെയാണ് പറഞ്ഞത്, ശിർക്ക് ചെയ്യുന്നവരുമായുള്ള വിവാഹബന്ധം പാടില്ലെന്നാണ്. അതുകൊണ്ട് തന്നെ അവരുടെ തെറ്റായ ആശയമാണെങ്കിലും അവരുടെ തെറ്റായ ആശയപ്രകാരം മൗലിദ് ഓതുന്നവരും അതുപോലെ തവസ്സുൽ ഇസ്തിഗാസ ചെയ്യുന്നവരും ബർക്കത്തെടുക്കുന്നവരൊക്കെ ശിർക്ക് ചെയ്യുന്നവരാണ്, മുശ്രിക്കീങ്ങളാണ് എന്ന് എഴുതി വെച്ചതിന് ശേഷം 1980 ജനുവരിയിലെ അവരുടെ മുഖപത്രമായ അൽമനാറിൽ, അത് മുജാഹിദുകളൊക്കെ പരസ്പരം പൊട്ടിച്ചിതറുന്നതിന് മുമ്പ്, വാഴക്കാട് ഗണത്തിൻ്റെ ഒക്കെ മുമ്പുള്ളതാണ്. ആ 1980 ജനുവരിയിലെ അൽമനാറിൽ അവർ തന്നെ ശിർക്ക് ചെയ്യുന്നവരുമായുള്ള വിവാഹബന്ധവും അവരറുത്ത മാംസം ഭക്ഷിക്കലും അവർക്ക് മയ്യത്ത് നമസ്കരിക്കലും അവരെ തുടർന്ന് നിസ്കരിക്കലും അനുവദനീയമല്ല എന്ന് വ്യക്തമായി എഴുതി വച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവർക്ക് അവരുടെ മതത്തിൽ വിശ്വാസമുണ്ടെങ്കിൽ അവർ നമ്മിൽ നിന്ന് വിവാഹം കഴിക്കുകയോ നമ്മുടെ സുന്നി പെൺകുട്ടികളെ വിവാഹം കഴിക്കുകയോ സുന്നി ആണുങ്ങൾക്ക് വിവാഹം ചെയ്തു കൊടുക്കുകയോ ചെയ്യാൻ പാടില്ലാത്തതാണ്, അവർക്ക് അവരുടെ മതത്തിൽ വിശ്വാസമുണ്ടെങ്കിൽ. ഇനി മുനാഫിക്കുകളെപ്പോലെ നാവ് കൊണ്ടൊന്ന് പറയുകയും മറ്റൊന്ന് എഴുതി വെക്കുകയും അതിന് വിപരീതമായി പ്രവർത്തിക്കുകയും ചെയ്യുകയാണെങ്കിൽ അവരെ സംബന്ധിച്ച് അവർക്ക് അവരുടെ മതത്തിലും വിശ്വാസമില്ല, ഒരു മതത്തിലും വിശ്വാസമില്ല എന്നാണ് അവരുടെ ആ കാപ്പട്യം തെളിയിക്കുന്നത്. അവർക്ക് അവരുടെ ആശയത്തിൽ വിശ്വാസമുണ്ടെങ്കിൽ അവർ ഒരിക്കലും നമ്മിൽ വിവാഹം ചെയ്യാൻ പാടില്ലാത്തതും നമ്മളെ അവരിൽ വിവാഹം ചെയ്യാൻ വേണ്ടി വിവാഹാന്വേഷണം നടത്താൻ വകുപ്പില്ലാത്തതുമാണ് അവരുടെ ആധികാരിക പുസ്തകങ്ങളുടെ അടിസ്ഥാനത്തിൽ. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നമ്മുടെ പെൺകുട്ടികളെ, നമ്മൾ അവരുടെ വിശ്വാസക്കാരല്ല, നമ്മളെ വിശ്വാസികളെ ബിദഅത്തുകാരായ ആളുകൾക്ക് വിവാഹം ചെയ്തു കൊടുക്കാൻ പാടില്ല എന്ന് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള പ്രഗത്ഭരായ ഉലമാക്കൾ രേഖപ്പെടുത്തിയത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുകയാണ് സമസ്തകരുടെ ജമിയത്തുൽ ഉലമയുടെയും അതിലെ പണ്ഡിതന്മാരുടെയും കർത്തവ്യം. ആ കർത്തവ്യം നിർവഹിക്കുക എന്ന നിലക്കാണ് 1983 നമ്മുടെ പണ്ഡിതന്മാർ സുന്നി വോയിസിലും മറ്റ് ലേഖനങ്ങളിലൊക്കെ അക്കാര്യം പറഞ്ഞിട്ടുണ്ട്. അതിന് മുമ്പും പറഞ്ഞിട്ടുണ്ട്, ഇപ്പോഴും അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നല്ലാതെ ഞാൻ പുതുതായിട്ട് എൻ്റെ വകയിൽ ഒന്നും പറഞ്ഞിട്ടില്ല. മുമ്പത്തെ പ്രമേയങ്ങളിൽ കൃത്യമായി തന്നെ അത് എഴുതി വെച്ചിട്ടുണ്ട്. പ്രമേയങ്ങളിൽ തന്നെ കാണാൻ പറ്റും വിവാഹം നടത്താൻ പാടില്ല എന്ന് കൃത്യമായി മുമ്പത്തെ പ്രമേയങ്ങളിൽ തന്നെ കാണാൻ പറ്റുന്നുണ്ട്. അതിന് കാരണം സ്വന്തം ബാപ്പ അല്ലെങ്കിൽ ഉപ്പാപ്പ അദ്ദേഹം മുശ്രിക്കായി, അങ്ങനെ ജീവൻ ഒടുങ്ങിപ്പോയി, അദ്ദേഹം മുശ്രിക്കാണ്, അദ്ദേഹം മരിച്ചാൽ അദ്ദേഹത്തിന് യാസീൻ ഓതാൻ പാടില്ല, അദ്ദേഹത്തിൻ്റെ പേരിൽ സദഖ ചെയ്യാൻ പാടില്ല, അതുകൊണ്ടൊന്നൊരു കാര്യവും കിട്ടില്ല, അദ്ദേഹം ശിർക്കിലായി മരിച്ചുപോയി, ഇനി അദ്ദേഹത്തിന് നരകത്ത് കിടക്കല്ലാണ്ട് ഒരു വകുപ്പുമില്ല എന്ന് പറയുന്ന മക്കളെ മക്കളും ഉണ്ടാകണോ ഉണ്ടാകണ്ടേ എന്ന് മാത്രം ചിന്തിച്ചാൽ മറുപടി കിട്ടുന്നതാണ് ആ വിഷയം. എൻ്റെ മകളുടെ മകൻ അല്ലെങ്കിൽ മകളുടെ മകൾ അല്ലെങ്കിൽ മകൻ്റെ മകൻ എന്നെ സംബന്ധിച്ച് ഞാനൊരു അബൂജഹലിനെ പോലെയുള്ള മുശ്രിക്കായതുകൊണ്ട് ഞാൻ ഇസ്ലാമിൽ നിന്ന് പുറത്താണ്, ഞാൻ നരകത്തിലാണ് എന്ന് വിശ്വസിക്കുന്ന മക്കളുണ്ടാകണോ? അതല്ല, എന്നെ സംബന്ധിച്ച് ഞാനൊരു മുസ്ലിമാണെന്ന് വിശ്വസിച്ച് എൻ്റെ പേരിൽ യാസീൻ ഓതുകയും ഖുർആൻ ഓതുകയും ഒക്കെ ചെയ്യുന്ന ഒരു യഥാർത്ഥ മുസ്ലിമായ മക്കൾ എനിക്കുണ്ടാകണോ എന്ന് മാത്രമേ ആ വിഷയത്തിൽ ചിന്തിക്കേണ്ടതുള്ളൂ. പരിശുദ്ധ ഖുർആനിൽ വല്ലദീന യഖൂലൂന റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയ്യുനിൻ, സന്തോഷമുണ്ടാകുന്ന സന്താന പരമ്പരകളെ തരണമെന്ന് പ്രാർത്ഥിക്കുന്നവരാണ് മഹത്തുക്കൾ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ സ്വന്തം ബാപ്പാൻ്റെ മുഖത്ത് നോക്കി നിങ്ങൾ മുശ്രിക്കാണ്, നരകത്തിലാണ് എന്ന് പറയുന്ന മക്കളാണെങ്കിൽ എത്ര സന്തോഷം ഉണ്ടാവും എന്നുള്ളത് ഏത് ബുദ്ധിക്കും ആലോചിക്കാവുന്നതേ ഉള്ളൂ. അത് കൂടുതൽ വിശദീകരണം അതിനാവശ്യമില്ല. കൂട്ടത്തിൽ ഈ ഉസ്താദ് ഒരുപാട് ഖണ്ഡനങ്ങൾക്കും അതുപോലെ സംവാദത്തിനൊക്കെ നേതൃത്വം ഉസ്താദ് കൊടുത്തിട്ടുണ്ട്. വാഴക്കാട് ഖണ്ഡനം തുടങ്ങി അങ്ങനെ ഒരുപാട് ഇടമുട്ടം ഖണ്ഡനം സംവാദം, മഞ്ചേശ്വരം സംവാദം,
പതിറ്റാണ്ടുകളായി ഉസ്താദിൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കപ്പെട്ടത് ചിലപ്പോൾ ഇത്തരം വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നത് കാര്യത്തിലായിരിക്കും. അപ്പോൾ ഈ സംവാദങ്ങളും അതുപോലെ ഖണ്ഡനങ്ങളും മുഖാമുഖങ്ങളുമെല്ലാം ബിദഅത്തിൻ്റെ കക്ഷികളെ വളർത്തുകയാണെന്നൊരു വിമർശനം നേരത്തെ ഇങ്ങനെ ഉയർന്നു വരാറുണ്ട്. ഉസ്താദിൻ്റെ നീണ്ട കാലത്തെ അനുഭവത്തിൽ അതിലെത്രമാത്രം സത്യമുണ്ട് എന്നുള്ളത്. പൂർവകാല ഉലമാ സ്വീകരിച്ച മാർഗം സ്വീകരിച്ചുകൊണ്ട് ദീനീ പ്രവർത്തനം നടത്തുന്നവർക്കാണ് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൻ്റെ ഉലമാ എന്ന് പറയുന്നത്. അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു, മുആവിയ റളിയല്ലാഹു അൻഹു, അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു തുടങ്ങിയ മുഴുവൻ സഹാബികളും ശിർക്ക് ചെയ്ത മുശ്രിക്കുകളാണ് എന്ന് പരിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ ദുർവ്യാഖ്യാനം ചെയ്ത് ഖവാരിജുകൾ പ്രചരിപ്പിക്കുകയും സ്വർഗത്തിലെത്താൻ ഞങ്ങളുടെ കൂടെ തന്നെ കൂടണം, അങ്ങനെ അൽ ജന്ന അൽ ജന്ന എന്ന് പറഞ്ഞ് മുദ്രാവാക്യം വിളിക്കുകയും ചെയ്ത ഖവാരിജ് എന്ന് പറയുന്ന ടീം, ആ ടീമിൻ്റെ ആ ദുഷ്പ്രചരണത്തിൽ കുടുങ്ങിപ്പോയ ആയിരക്കണക്കിന് മുസ്ലിമീങ്ങൾ സഹാബികളുടെ കാലഘട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്നു. അവർക്ക് സത്യം മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി അബ്ദുല്ലാഹിബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു എന്ന ഖുർആൻ വ്യാഖ്യാതാക്കളുടെ നേതാവായ നബി സല്ലല്ലാഹു തങ്ങളുടെ പിതൃ സഹോദരൻ്റെ മകനായ സഹാബിയെ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞയച്ച് സംവാദം നടത്തുകയായിരുന്നു. ആ സംവാദം കഴിഞ്ഞപ്പോൾ 4000ഓളമോ 7000ഓളമോ ആളുകൾ സുന്നത്ത് ജമാഅത്തിലേക്ക് തിരിച്ചു വന്നതായി ചരിത്രത്തിൽ ഉണ്ട്. അങ്ങനെ ആ കാലഘട്ടം മുതലേ സുന്നത്ത് ജമാഅത്തിൻ്റെ വിരോധികൾ ഖുർആൻ ഓതി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുമ്പോൾ അതിൻ്റെ വസ്തുത അവർ പറയുന്നത് ശരിയല്ല, വസ്തുത സുന്നത്ത് ജമാഅത്തിൻ്റെ കൈവശത്തിലാണ് എന്ന് ബോധ്യപ്പെടുത്താൻ അന്ന് മുതലേ സംവാദങ്ങൾ നടത്തി വരുന്നുണ്ട്. അങ്ങനെയുള്ള സംവാദം നടത്തിയാണ് ബഹുമാനപ്പെട്ട അബുൽ ഹസൻ അൽ അശ്അരി റളിയല്ലാഹു അൻഹു, ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു തുടങ്ങി എല്ലാ പണ്ഡിതന്മാരും അങ്ങനെ സംവാദം നടത്തിയവരാണ്. അങ്ങനെയാണ് അവരിവിടെ സുന്നത്ത് ജമാഅത്തിനെ നിലനിർത്തിക്കൊണ്ട് വന്നിട്ടുള്ളത്. നമ്മൾ തഫ്സീർ റാസി എടുത്തു നോക്കിയാൽ റാസി തന്നെ ഒരു സംവാദമാണെന്ന് തോന്നും. കാരണം ഇങ്ങനെ നിങ്ങൾ ചോദിച്ചാൽ അതിൻ്റെ മറുപടി ഇന്നതാണ്, ഇങ്ങനെ പറഞ്ഞാൽ അതിൻ്റെ മറുപടി ഇന്നതാണ്, ഖദരിയത്തിൻ്റെ വാദം ഇന്നതാണ്, അതിൻ്റെ മറുപടി ഇന്നതാണ്, മുഅ്തസിലത്തിൻ്റെ വാദം ഇന്നതാണ്, അതിൻ്റെ മറുപടി ഇങ്ങനെയാണ്, ശിയാക്കള വാദം ഇങ്ങനെയാണ്, അതിൻ്റെ മറുപടി ഇങ്ങനെയാണ്, ഇങ്ങനെ പറഞ്ഞ് ഒരു സംവാദ ശൈലിയിലാണ് തഫ്സീർ റാസി തന്നെ നമുക്ക് കാണാൻ സാധിക്കുക. അങ്ങനെയാണ് അവരിവിടെ സുന്നത്ത് ജമാഅത്തിനെ നിലനിർത്തി വന്നത്. എൻ്റെ അനുഭവത്തിൽ വളരെയേറെ ഫലപ്രദമായൊരു സംഗതിയാണ് സംവാദവും ഖണ്ഡന പ്രസംഗവും. ഞാൻ പുല്ലൂക്കര ജമാഅത്ത് പള്ളിയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു 20 ദിവസത്തെ വഅദ് ഏറ്റെടുത്തു. അന്ന് ഞാൻ ജലാലൈനി തഫ്സീർ മഹല്ലിയുടെ തുടക്കവും ഓതുന്ന കാലമാണ്. അത് കടവത്തൂരിലായിരുന്നു. അവിടെയാണ് ആദ്യമായി ഞാനൊരു ഖണ്ഡന ശൈലിയിൽ പ്രസംഗിക്കേണ്ട അവസരം ഉണ്ടായത്. അവിടെ വെച്ച് ആ പ്രസംഗം കഴിഞ്ഞപ്പോൾ തന്നെ അവിടെയുള്ള ആളുകൾക്കൊക്കെ സുന്നത്ത് ജമാഅത്തിൽ നല്ല ഉറപ്പുണ്ടായി. മറ്റുള്ളവരുടെ ആശയങ്ങളൊക്കെ തെറ്റാണ് എന്ന് അവർക്ക് ബോധ്യപ്പെട്ടു. പിന്നീടാണ് ഞാൻ കൂടുതൽ ആ രംഗത്തേക്ക് കയറി വരുന്നത്. അങ്ങനെ വന്നപ്പോൾ ചെറുതും വലുതുമായ ഒരുപാട് സംവാദങ്ങൾ, ഒരുപാട് ഖണ്ഡനങ്ങൾ അങ്ങനെ നടത്തിയിട്ടുണ്ട്. ഞാൻ തലശ്ശേരിക്കടുത്ത് പുന്നോലിൽ ഒരു പ്രസംഗം നടത്തി. അവിടെ ഒരു പള്ളിയിൽ ഖുത്ബ മലയാളത്തിലായിരുന്നു. അന്നത്തെ എൻ്റെ പ്രസംഗം കഴിഞ്ഞപ്പോൾ ആ സദസ്സിലുണ്ടായിരുന്ന ഇസ്മായിൽ ഹാജി എന്ന് പറയുന്ന മുസ്ലിം ലീഗിൻ്റെയും സുന്നത്ത് ജമാഅത്തിൻ്റെയും പ്രവർത്തകനായ ഇസ്മായിൽ ഹാജി എഴുന്നേറ്റ് നിന്ന് പുന്നോൾ പള്ളിയിലെ ഖുത്ബ പരിഭാഷ നിർത്തുക എന്ന്. അപ്പോൾ എല്ലാവരും കൂടി അല്ലാഹു അക്ബർ തന്നെ. പിന്നെ ഇന്നേ വരെ അവിടെ അറബിയിലല്ലാതെ ഖുത്ബ ഓതിയിട്ടില്ല. അതേപോലെ തൃശ്ശൂർ ജില്ലയിൽ വളരെ പുരാതനമായ പള്ളിയിൽ ഇവിടെ ജമാഅത്ത് ഇസ്ലാമിക്കാർ കമ്മിറ്റി കയറിക്കൂടി ഖുത്ബ മലയാളത്തിൽ ഓതി നിസ്കാരം ബാത്തിലാക്കുന്ന ഏർപ്പാട് അത് കൊടുങ്ങല്ലൂർ പള്ളിയിൽ തന്നെ ഉണ്ടായിരുന്നു. അവിടെയും ഞാൻ പരിപാടിയിൽ പോയി പ്രസംഗിച്ച് കഴിഞ്ഞതിന് ശേഷം ജനറൽ ബോഡി വന്ന് ആ ജനറൽ ബോഡിയിൽ വെച്ച് ഖുത്ബ മുമ്പ് കാലത്ത് ഓതി വന്നതുപോലെ അറബിയിൽ തന്നെ മാത്രം ഓതണം എന്ന് തീരുമാനിച്ച് അവിടെയും ആ ജുമാ ബാത്തിലാക്കുന്ന ഏർപ്പാട് ഇല്ലാതെയായി. അതുപോലെ ഒരുപാട് അനുഭവങ്ങൾ KC റോഡിനടുത്ത് അവിടെ ഒരു സംഭവം അതുപോലെ ഉണ്ടായിരുന്നു. പക്ഷേ ഖുത്ബ പരിഭാഷയല്ല, അല്ലെങ്കിൽ ഖുത്ബ മറ്റൊരു ഭാഷയിലോ അതല്ല, ഖുത്ബക്ക് മുമ്പ് ഒരു പ്രസംഗം നടത്തുന്ന ഏർപ്പാടായിരുന്നു. അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ട് എന്നതിൻ്റെ പുറമെ ഞാനിപ്പോൾ ഇരിക്കുന്ന സിറാജുൽ ഹുദയുടെ പരിസരങ്ങളിൽ 11 മഹല്ലുകളിൽ സുന്നത്ത് ജമാഅത്തിന് ഒറ്റ പള്ളിയും മദ്രസയും ഇല്ലാതിരുന്ന ഈ പ്രദേശങ്ങളിൽ
മുഴുവനും പള്ളിയും മദ്രസയും സ്ഥാപിച്ച് അവിടെ മുഴുവനും പള്ളികളിൽ നിറയെ ആളുകളായി ഇപ്പോൾ പള്ളികൾ വികസിപ്പിക്കുകയാണ്, മദ്രസകൾ വികസിപ്പിക്കുകയാണ്. അത് ഞാൻ എവിടെന്നെങ്കിലും ഇറക്കുമതി ചെയ്ത ആൾക്കാരൊന്നുമല്ല. ഇവിടെ നേരത്തെ ഉണ്ടായിരുന്ന മുജാഹിദ് ജമാഅത്ത് ഇസ്ലാമിൽ പെട്ടുപോയ ആളുകൾ അവർ പ്രസംഗങ്ങൾ കേട്ട് ഖണ്ഡനങ്ങൾ കേട്ട് സത്യം മനസ്സിലാക്കി സുന്നത്ത് ജമാഅത്തിലേക്ക് വന്ന് അതിൻ്റെ പ്രധാന പ്രവർത്തകരായി മാറിയതാണ്. അങ്ങനത്തെ നൂറുകണക്കിന് ആളുകളെ ഇവിടെ തന്നെ നമുക്ക് ഇപ്പോൾ പലരും മരിച്ചുപോയി ചൂണ്ടിക്കാണിച്ച് കൊടുക്കാൻ സാധിക്കും. പക്ഷേ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ അവരുടെ സന്താന പരമ്പരകൾ ഇപ്പോഴും സുന്നത്ത് ജമാഅത്തിലായി വളർന്നത് ആ കാരണം കൊണ്ടാണ്. അതുകൊണ്ട് ആ വാദം യഥാർത്ഥത്തിൽ സുന്നത്ത് ജമാഅത്തിൻ്റെ വിരോധികൾ തന്നെ പടച്ചുണ്ടാക്കുന്ന ഒരു വാദമാണ്. ആ വാദം ചിലപ്പോൾ അറിവില്ലാതെ സുന്നികളാണെന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകളും ചിലപ്പോൾ അത് അങ്ങനെ പറഞ്ഞു എന്ന് വരും. അത് അവരുടെ വിവരക്കേടാണ്, അല്ലെങ്കിൽ അവരുടെ ബോധപൂർവമുള്ള സുന്നത്ത് ജമാഅത്തിൻ്റെ ശബ്ദം നിർത്തിക്കാനുള്ള ഒരു ഏർപ്പാടാണ്. ഇതിൽ ഒരു ഉപചോദ്യം എന്ന രൂപത്തിൽ വരാൻ സാധ്യതയുള്ളത്, ഈ തവസ്സുല് ഇസ്തിഗാസ പോലുള്ള വിഷയങ്ങൾ സാധാരണക്കാരുമായി അത്ര കണ്ട് നേരിട്ട് ബാധിക്കാത്ത വിഷയങ്ങളിൽ പണ്ഡിതന്മാർ അവരുടെ സക്രിയമായ രൂപത്തിൽ പ്രവർത്തിക്കേണ്ട സമയവും നന്നായിട്ടുള്ള സമയവും സമ്പത്തും കുറേയൊക്കെ മറ്റ് വിഷയങ്ങളിൽ വിനിയോഗിക്കേണ്ടിയിരുന്നു എന്നൊരു തോന്നൽ ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ സംശയം തെറ്റാണ്. ഇസ്ലാമിൽ ഒരു മുസ്ലിമായ മനുഷ്യന് അനുവദനീയവും പുണ്യവുമായ ഒരു വിഷയത്തെ അത് ഇസ്ലാമെന്ന് പുറത്തു പോകുന്ന വിഷയമാണ് എന്നൊരുത്തൻ പറഞ്ഞാൽ അവൻ ഇസ്ലാം മതത്തെ മാറ്റുകയാണ്, ഇസ്ലാം മതത്തെ മാറ്റിമറിക്കുകയാണ്. അതിനാർക്കും ഇവിടെ അധികാരവും അവകാശവും ഇല്ല. അതുകൊണ്ടാണ് മൻ അഹദസ, വല്ലവനും പുത്തൻ ആശയക്കാരനായാൽ, ഔ ആവാ മഹദിസൻ, അല്ലെങ്കിൽ അങ്ങനെ പുത്തൻ ആശയമുള്ളവന് ഒരാൾ അവനെ ചേർത്ത് പിടിച്ചാൽ ഫാലഹി ലാനത്തുല്ലാഹി, അള്ളാൻ്റെ ലാനത്തുണ്ട് അവന്, വൽ മലായിക്കത്തി വന്നാസി അജ്മൈൻ, മലക്കുകളുടെയും എല്ലാവരെയും ലാനത്തുണ്ട്. ലാ യഖ്ബലുല്ലാഹു മിൻഹു സർഫൻ വലാ അദില, അവൻ്റെ സുന്നത്തും ഫർദും അള്ളാഹ് കബൂൽ ചെയ്യൂല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. പുത്തൻ ആശയം ഒരാൾക്കുണ്ടായാൽ തന്നെ, അല്ലെങ്കിൽ അവനെ ചേർത്ത് പിടിച്ചാൽ തന്നെ അള്ളാഹുവിൻ്റെ ലാനത്തുണ്ടെന്നും അവൻ്റെ നിസ്കാരം നോമ്പൊക്കെ പോയി എന്നാണ്. പുത്തൻ ആശയമാണ് മുസ്ലിമീങ്ങളെ കാഫറാക്കുന്ന തവസ്സുൽ ഇസ്തിഗാസ ശിർക്കാണ് എന്ന വാദം പുത്തൻ ആശയമാണ്. അതാണ് ഇമാം സുബ്കി റളിയല്ലാഹു അൻഹു പറഞ്ഞത്, വബ്തദഅ മാലം യുസ്ബഖ് ഇലൈഹി ഫി സായിരിൽ ആസാർ, ഒരു കാലഘട്ടത്തിലും ഇല്ലാത്തൊരു പുതിയ വാദം കൊണ്ടുവന്നു ഇബ്നു തൈമിയ്യ എന്ന് ഇമാം സുബ്കി റളിയല്ലാഹു അൻഹു പറഞ്ഞത് അതുകൊണ്ടാണ്. അപ്പോൾ അവിടെ മഹാനവറുകൾ പറയുന്നുണ്ട്, അത് അംബിയാ മുർസലീങ്ങൾ മുതൽക്ക് ഇന്നേ വരെയുള്ള എല്ലാ ആളുകളും ചെയ്തു വന്നൊരു കാര്യമാണ്. അങ്ങനെ ചെയ്തു വന്നൊരു കാര്യം പാടില്ല എന്ന് വാദിച്ചാൽ, ഇപ്പോൾ ഉദാഹരണത്തിന് പറഞ്ഞാൽ ഒരാൾ കച്ചവടം ചെയ്യൽ ഹലാലല്ല എന്ന് വാദിച്ചു, ബിസിനസ് നടത്തൽ ഹലാലെന്നല്ല എന്ന് വാദിച്ചു. അങ്ങനെ വാദിച്ചാൽ അവൻ ഇസ്ലാമെന്ന് തന്നെ പുറത്തു പോകും. കച്ചവടം ചെയ്യണം എന്നില്ല, കച്ചവടം ചെയ്യൽ പ്രത്യേകം വുജൂബുമില്ല, അതൊരു അനുവദനീയമായ കാര്യമാണ്. പക്ഷേ അത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും. കാരണം ഇസ്ലാമിലുള്ളൊരു സംഗതി അട്ടിമറിക്കാൻ ഇവിടെ ആർക്കും മാറ്റിമറിക്കാൻ അധികാരമില്ല. അത് അള്ളാഹുവിൻ്റെ അധികാരത്തിൽ അവൻ പങ്കുചേരുകയാണ്, അല്ലെങ്കിൽ അധികാരത്തിൽ അവന് സ്വന്തം തന്നെ പറയാൻ അധികാരമുണ്ടെന്ന് തീരുമാനിക്കുകയാണ്. അതുകൊണ്ട് അവൻ ഇസ്ലാമിൽ നിന്ന് തന്നെ പുറത്തു പോകും. അപ്പോൾ ഒരു പുണ്യകരമായ ഒരു കാര്യം, നബി സല്ലല്ലാഹു അലൈഹി നിങ്ങളെ ബഹുമാനിക്കുക എന്നതാണ് ഇസ്തിഗാസ തവസ്സുലിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ വിഷയം, തഅ്ലീമ. ആ തഅ്ലീം പാടില്ല എന്ന് പറയുമ്പോൾ അവൻ നബിതങ്ങളെ നിന്ദിക്കുന്നവനാകുകയാണ്. രണ്ടാമത് അത് ചെയ്ത കോടിക്കണക്കിന് മുസ്ലിമീങ്ങളെയും കോടിക്കണക്കിന് മഹാന്മാരെയും, ഉദാഹരണത്തിന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ മുമ്പിൽ വന്നിട്ട് ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിൻ്റെ അടുക്കൽ പോയി നബിതങ്ങളോട് മഴയില്ലാത്തത് കൊണ്ട് മഴ വാങ്ങിത്തരണം എന്ന് സഹായം അഭ്യർത്ഥിച്ചു എന്ന് പറയുമ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അത് ഒരു കറാഹത്തെങ്കിലുമാണെങ്കിൽ ഉമർ റളിയല്ലാഹു അൻഹു അതിനെ എതിർത്ത് സംസാരിക്കുമായിരുന്നു. പക്ഷേ ഉമർ റളിയല്ലാഹു അൻഹു അതിന് 100% അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സംസാരിച്ചതാണ് സഹീഹായ ഹദീസിൽ ഇബ്നു അബീ ശൈബ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തത്. അപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ശിർക്ക് ചെയ്യുന്നതിന് അനുകൂലമായിരുന്നു എന്നൊരു മനുഷ്യൻ വാദിച്ചാൽ, അതേപോലെ മുൻകഴിഞ്ഞ ഇമാമിങ്ങൾ മുഴുവനും ശിർക്കിനെ അനുകൂലിച്ചവരാണ് എന്നൊരാൾ വാദിച്ചാൽ പിന്നെ ഇസ്ലാം ദീൻ ഇവിടെ ഇല്ല. ഇസ്ലാം ദീൻ ഇല്ല എന്ന് മാത്രമല്ല, ഖിയാമത്ത് നാളിൽ എല്ലാ സഹാബികളും എല്ലാ ഇമാമിങ്ങളും എല്ലാ മുസ്ലിമീങ്ങളും ഇവൻ എന്നെ കാഫറാക്കിയവനാണ് അള്ളാഹ് എന്ന് പറയുമ്പോൾ അവൻ അവിടെ വെച്ച് പേടിച്ച് ബർച്ച്
അവൻ അങ്ങനെ നരകത്തിലേക്ക് പോകാമെന്നല്ലാതെ വേറെ വകുപ്പൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അത്രയും വലിയൊരു അപകടമാണ് തവസ്സുൽ ഇസ്തിഗാസ ശിർക്കാണ് എന്ന വാദം. വളരെ അപകടകരമായ ഒരു വാദമാണ്. അതിലൂടെ കോടിക്കണക്കിന് മുസ്ലിമീങ്ങൾ കാഫറാണ്, മുശ്രിക്കാണ് എന്ന് പ്രഖ്യാപിക്കുന്ന ഒരു അടിസ്ഥാനപരമായ വളരെ മോശമായ ഒരു വാദമാണത്. അതുകൊണ്ട് തന്നെ നേരത്തെ മുഅ്തസിലത്ത് ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു മുശ്രിക്കാണ്, അഹ്മദ് ബിൻ നസ്ർ ഖുസായി റളിയല്ലാഹു അൻഹു മുശ്രിക്കാണ്, അബൂ യഖൂബുൽ ബുവൈത്ത് റളിയല്ലാഹു അൻഹു മുശ്രിക്കാണ് എന്ന് വാദിച്ചത് ഞങ്ങൾ തൗഹീദിൻ്റെ ആളുകളാണെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു. അഹ്ലുൽ അദ്ലി വ തൗഹീദ് എന്നാണ് അവർ പേര് തന്നെ പറഞ്ഞത്. ഞങ്ങൾ തൗഹീദിൻ്റെ വക്താക്കൾ എന്ന് പറഞ്ഞു. ആ പേരും പറഞ്ഞിട്ടാണ് അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിനെ അവരെ വിവരക്കേട് കൊണ്ട് പിടിച്ച് ജയിലിലിട്ട് തല്ലിയത്. അഹ്മദ് ബിൻ നസ്ർ ഖുസായി റളിയല്ലാഹു അൻഹുവിൻ്റെ തല വെട്ടി കൊന്നു കളഞ്ഞത്. അങ്ങനെ തലവെട്ടി കൊന്നപ്പോൾ മഹാനവറുകളുടെ തല മറമാടുന്നവരെ ഖുർആൻ ഓതി എന്നാണ് ചരിത്രം. അത്രയും വലിയ കറാമത്ത് കണ്ടിട്ട് പോലും അവർ അതിൽ നിന്ന് പിന്മാറിയില്ല, അതിലവർ ഉറച്ചു നിന്നു. പിൽക്കാലത്താണ് അവർക്ക് അവരുടെ അന്നത്തെ ഭരണാധികാരികളുടെ പിൻഗാമികൾക്ക് കാര്യങ്ങൾ ബോധ്യപ്പെട്ട് അവർ സുന്നത്ത് ജമാഅത്തിലേക്ക് തിരിച്ചു വന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെ ഇമാമിങ്ങൾ ശിർക്ക് ചെയ്തവരാണ് എന്ന വാദം, മുൻഗാമികളായ മുസ്ലിമുകൾ ശിർക്ക് ചെയ്തവരാണെന്ന വാദം അതിവിടെ വാദിച്ചവരാണ് പഴയകാലം മുതൽക്കേ ഉള്ള പുത്തൻവാദികൾ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അലി റളിയല്ലാഹു അൻഹു ശിർക്ക് ചെയ്ത മുശ്രിക്കാണെന്ന് വാദിച്ചുകൊണ്ടാണ് അലി റളിയല്ലാഹുവിൻ്റെ തലവെട്ടി കൊന്നു കളഞ്ഞത്. അപ്പം അങ്ങനെ ഒരു അനുവദനീയമായ കാര്യം അലി റളിയല്ലാഹു ചെയ്തൊരു അനുവദനീയമായ കാര്യമായിരുന്നു. ആ അനുവദനീയമായ ഒരു കാര്യം മധ്യസ്ഥം പറയാൻ വേണ്ടി ആളെ നിശ്ചയിച്ച് മധ്യസ്ഥ തീരുമാനം എടുക്കാൻ തീരുമാനിച്ചു. അതാണ് കാര്യം. അതിൻ്റെ പേരാണ് ശിർക്കാണ് എന്ന് വാദിച്ചത്. അതിൻ്റെ പേരിലാണ് അവർ അലി റളിയല്ലാഹുവിനെ വെട്ടിക്കൊന്നു കളഞ്ഞത്. അപ്പോൾ ശിർക്കല്ലാത്ത കാര്യങ്ങളെ ശിർക്കാണെന്ന് വാദിക്കുന്ന ആ ഒരാശയം അത് മുസ്ലിം സമുദായത്തെ ഭിന്നിപ്പിക്കുന്നതും മുസ്ലിം സമുദായത്തെ തകർത്ത് കളയുന്നതുമായ അതിഗുരുതരമായ, ഇസ്ലാമിന് വളരെയേറെ പരുക്കുണ്ടാക്കുന്നതും അവനവൻ്റെ ഈമാൻ അങ്ങനെ തന്നെ ചോർന്നു പോകുന്നതുമായ കഠിനമായ ഒരു ഗുരുതരമായ തെറ്റായ ആശയമാണ് തവസ്സുൽ പാടില്ല, അതുപോലെ ഇസ്തിഗാസ പാടില്ല എന്നൊക്കെ പറയുന്ന വാദം. ഈ അടുത്ത് ഈ തരീക്കത്തുകൾ ഇപ്പോൾ സജീവമായിട്ട് വരുന്നുണ്ട്. ഇപ്പോൾ സർക്കാർ തരീക്കത്ത്, അതുപോലെ തന്നെ നൂരിഷയൊക്കെ ഇപ്പോൾ പല ഇടങ്ങളിലൊക്കെ സജീവമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനെ മുൻകാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഉസ്താദ് തന്നെ ജീവിതത്തിൻ്റെ ഒരു ഭാഗം മുഴുവനും ഇത്തരം പുത്തനാശയക്കാർക്കെതിരെയാണെങ്കിൽ അതിൻ്റെ മറുവശം നോക്കിയാൽ ഏകദേശം നല്ലൊരു സമയവും വ്യാജ തരീക്കത്തുകൾക്കെതിരെ അതിശക്തമായ രൂപത്തിൽ ഉസ്താദ് സംസാരിക്കുകയും ഖണ്ഡന നടത്തുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പം ആ വിഷയത്തിൽ എന്തെങ്കിലും അങ്ങനെ വേണമെന്നില്ല എന്ന ഒരു നിലപാടോ അല്ലെങ്കിൽ സമീപനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടോ? കാരണം പലയിടത്തും പല രൂപത്തിലും അതിശക്തമായ രൂപത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്നതായിട്ട് തോന്നുന്നു. തരീഖത്തുകാർ ഇപ്പോൾ വളർന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നത് ശരിയല്ല. ഇപ്പോൾ ദലാലത്തുകാർ വളർന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് പറയേണ്ടത്. തരീഖത്ത് എന്ന് പറയുന്നത് അത് ഒരു മോശമായ സംഗതിയല്ല. തരീഖത്ത് എന്ന് പറയുന്നത് മഹാന്മാരുടെ വഴി പിന്തുടർന്ന് ജീവിക്കുന്നതിനാണ് തരീഖത്ത് സ്വീകരിക്കുക എന്ന് പറയുന്നത്. അതിൽ ആത്മീയമായി മനുഷ്യൻ്റെ ആത്മശുദ്ധിക്ക് വേണ്ടി കിബിർ, അസൂയ, അതുപോലെ വൈരാഗ്യം, അങ്ങനത്തെ രോഗങ്ങളൊന്നും കൽബിന് ഇല്ലാതെ അള്ളാഹുവിൽ ലയിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ തൃപ്തി മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന വിധത്തിലുള്ള മാനസികാവസ്ഥ ഉണ്ടാക്കുകയും അങ്ങനെ ഇബാദത്തുകളിൽ മുഴുകി ജീവിച്ച് അള്ളാഹുവിൽ നിന്ന് കൃത്യമായി ശരിക്കും നല്ല കാര്യങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഖൽബിൽ ഇട്ടുകൊടുക്കുന്ന വിധത്തിലുള്ള കശ്ഫ് കറാമത്തിൻ്റെ സ്ഥാനത്തേക്ക് ഉയർന്നു വരികയും ചെയ്യുന്ന ഒരു ശരിയായ മാർഗമാണ് തരീഖത്ത് എന്ന് പറയുന്നത്. പക്ഷേ എവിടെയും ഏത് നല്ല കാര്യത്തിനും ഡ്യൂപ്ലിക്കേറ്റുകൾ ഇറങ്ങുക എന്നത് സ്വാഭാവികമാണ്. അങ്ങനെ ഡ്യൂപ്ലിക്കേറ്റുകളായി ഇറങ്ങി ഇപ്പോൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ചില സാധനങ്ങളുടെ പേരുകളാണ് നേരത്തെ നിങ്ങൾ ഉണർത്തിയിട്ടുള്ളത്. ആ ഡ്യൂപ്ലിക്കേറ്റുകളെ നമ്മൾ അതാത് സമയങ്ങളിൽ, അത് പുറപ്പെട്ട സമയങ്ങളിൽ തന്നെ കൃത്യമായി വരച്ച് അതിന് ഇന്ന കുഴപ്പങ്ങളുണ്ട് എന്ന് സമൂഹത്തിനെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ അതിങ്ങനെ പറഞ്ഞ് അവർക്കൊരു പ്രചാരണം ആവശ്യമില്ലാതെ നടത്തേണ്ടതില്ലല്ലോ, ഒരു പ്രചരണം ഉണ്ടാക്കണ്ടല്ലോ. ആവശ്യമുള്ള സ്ഥലത്ത് ഒരു രോഗം വന്നാൽ രോഗം വരുന്ന സമയത്ത് രോഗത്തെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകും, രോഗത്തിൻ്റെ കുഴപ്പങ്ങൾ പറയും. അത് രോഗമാണെന്ന് തോന്നിയാൽ പിന്നെ അതുമായിട്ട് അടുക്കാൻ പോവില്ല. അങ്ങനെ പിന്നെ എല്ലാവരും മാറി നിന്നിങ്ങനെ പോകും.
അങ്ങനെ പോകുമ്പോൾ അതിനൊന്നും വില വെക്കാതെ രോഗം വരട്ടെ എന്ന് വിചാരിച്ചിട്ട് ചിലർ ആ രോഗത്തിൽ വരട്ടെ എന്ന് വിചാരിച്ച് കയറിക്കൂടി രോഗം ബാധിക്കുന്നവരുണ്ടായിരിക്കാം. അത് അവരുടെ ഗതികേട് എന്ന് പറയല്ലാതെ വേറെ നിർവാഹം ഇല്ല. അവർ രോഗമുള്ള സ്ഥലത്ത് ചികിത്സിക്കുക എന്നല്ലാതെ വെറുതെ പോയിട്ട് നമ്മൾ മരുന്ന് കൊടുക്കുക എന്നുള്ള പരിപാടി ഉണ്ടാവില്ലല്ലോ. ഒരു സ്ഥലത്ത് അങ്ങനെ വന്ന് അങ്ങനെ അപകടകരമായൊരു രോഗം പകരുന്നുണ്ട് എന്ന് കണ്ടാൽ അവിടെ പോയിട്ട് നമ്മൾ മരുന്ന് കൊടുക്കേണ്ടി വന്നാൽ കൊടുക്കും എന്നല്ലാതെ വെറുതെ ഇങ്ങനെ എവിടെയോ രോഗമുണ്ട് വിചാരിച്ചാൽ ആ രോഗത്തിനെതിരെ ഇങ്ങനെ വർത്താനം പറഞ്ഞു പോയാൽ നമുക്ക് ഭക്ഷണം കൊടുക്കാൻ പിന്നെ സമയം ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് മരുന്ന് കൊടുക്കുക എന്നുള്ളത് രോഗത്തിനനുസരിച്ച് രോഗമുള്ള സ്ഥലത്ത് ചെയ്യുന്ന പരിപാടിയാണ്. ഭക്ഷണം വിതരണം എന്നുള്ളത് എപ്പോഴും ഉള്ളതാണ്. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകളും വേദുകളും ദർസുകളൊക്കെ ഭക്ഷണം വിതരണമാണ്. അപ്പോൾ അതിൽ എല്ലാ രോഗത്തിനുമുള്ള അതിനെ പ്രതിരോധിക്കാനുള്ള പോഷകങ്ങളൊക്കെ നമ്മുടെ ക്ലാസ്സുകളിലും അതുപോലെ ദർസുകളിലൊക്കെ ഉണ്ടാകും. ചിലപ്പോൾ രോഗം വന്നു പോയ ആളുകളുണ്ടാകുമ്പോൾ അവർക്ക് ചിലപ്പോൾ സ്പെഷ്യലായി മരുന്ന് കൊടുക്കേണ്ടി വരും. അത് കൊടുക്കേണ്ട സമയത്ത് കൊടുക്കേണ്ട സ്ഥലം ആകുമ്പോൾ അവിടെ പോയിട്ട് ആ മരുന്ന് കൊടുക്കും. അതാണ് അതിൻ്റെ ചികിത്സാ രീതി എന്ന് പറയുന്നത്. പണ്ഡിതന്മാർ അതിബാഉൽ ഖുലൂബ് ഹൃദയത്തിൻ്റെ ഡോക്ടർമാരാണ്. അപ്പോൾ ആ ഹൃദയത്തിൻ്റെ ഡോക്ടർമാർ അവസരോചിതമായി നോക്കിയിട്ടാണ് അതിനാവശ്യമായ മരുന്നുകൾ കൊടുക്കുക. അല്ലാതെ വെറുതെ ഇങ്ങനെ പറഞ്ഞിട്ട് ഉണ്ടാക്കേണ്ട ആവശ്യവും ഇല്ലാത്തൊരു സാധനത്തിന് എല്ലാ നാട്ടിലും പ്രചരണം ഉണ്ടാക്കേണ്ട ആവശ്യവും ഇല്ലല്ലോ എന്നതാണ് അതിനെ സംബന്ധിച്ചുള്ള നയം. അല്ലാതെ അത് കടുത്ത ഒരു ബിദഅത്താണ്. ആ ബിദഅത്തിനെതിരെ നമ്മുടെ മുൻഗാമികളായ ഇമാമികൾ ഗൗസുൽ ആലം മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു തുടങ്ങിയിട്ടുള്ള എല്ലാ പണ്ഡിതന്മാരും ഈ പറഞ്ഞ കള്ളത്തരീക്കത്തുകൾ അല്ലെ വ്യാജ തരീക്കത്തുകൾ എന്ന് പറയുന്ന ഈ വിഭാഗത്തിനെതിരെ ഇമാം സുയൂത്തി അടക്കം ഇമാം ഷാറാനി അടക്കം തസൗഫിൻ്റെ രംഗത്ത് പ്രഗത്ഭരായ മുഴുവൻ ഇമാമിങ്ങളും അവർക്കെതിരെ ശക്തമായി സംസാരിച്ചിട്ടുണ്ട്. അവരുടെ വഴി പിന്തുടർന്നുകൊണ്ടാണ് നമ്മളും അത് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. പക്ഷേ അതിൻ്റെ പേരിൽ അവരുടെ മറ്റ് കിതാബുകൾ രചിക്കുന്നതോ അവരുടെ ദർസ് നടത്തുന്നതൊന്നും അവർ നിർത്തിവെച്ചിട്ടില്ല. അതൊക്കെ നടത്തിക്കൊണ്ട് തന്നെ ഈ അപകടത്തിനെതിരെയും അവർ ശബ്ദിച്ചിട്ടുണ്ട്, അവരെഴുതിയിട്ടുണ്ട്, അവർ കിതാബുകൾ രചിച്ചിട്ടുണ്ട് എന്നതാണ് ശരി. ഈ സാധാരണക്കാർ വ്യാജ തരീക്കത്തുകളിൽ പെട്ടുപോകാതിരിക്കാനേ നമ്മുടെ സമസ്തൻ്റെ 40 ഉലമാക്കൾ ഏകദേശം എല്ലാവരും നല്ല ത്വരീക്കത്തൊക്കെ കൊണ്ടു നടക്കുന്നവരായിരിക്കും. അപ്പോൾ വ്യാജ ത്വരീക്കത്തിൽ പെട്ടുപോകരുത്. നമ്മുടെ ഉലമാക്കൾ തന്നെ ത്വരീക്കത്ത് കൊണ്ട് നടക്കുന്നവരുണ്ട്. അവരെ നിങ്ങൾ ആ രൂപത്തിൽ അവരോട് ത്വരീക്കത്തിൻ്റെ ഇജാസത്തൊക്കെ വാങ്ങാം എന്ന രൂപത്തിലൊന്ന് പ്രൊമോട്ട് ചെയ്തുകൂടെ നമ്മൾ? അപ്പോൾ വ്യാജ ത്വരീക്കത്തുകളിലേക്ക് പോകാതിരിക്കൂലേ? എന്തെങ്കിലും ഒരു പരിഹാരം ഈ സമയത്ത് വേണ്ടേ? മുജാഹിദുകൾ അവർ മൗലവിമാർ വാദിച്ചു ഞങ്ങൾ ഷാഫി ഇമാമിനെ പോലത്തെ മുജ്തഹിദുകളാണ്, അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു പോലത്തെ മുജ്തഹിദ് മുത്തലഖാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് ഖുർആനും ഹദീസൊക്കെ നോക്കിയിട്ട് വിഷയങ്ങളൊക്കെ പറഞ്ഞു തരാനുള്ള കെൽപ്പും കഴിവുണ്ട് എന്ന് വാദിച്ചു. അത് ശരിയാണെന്ന് വിചാരിച്ചിട്ട് ഇമാമിങ്ങളെയൊക്കെ വലിച്ചെറിഞ്ഞ് ഒരു കൂട്ടർ ആ മുജാഹിദ് മൗലവിമാരെ പിന്നാലെ പോയി അവരെ ഈമാൻ നശിപ്പിച്ചു. ഇതേപോലെ നമ്മുടെ മുൻഗാമികളായ സാലിഹീങ്ങളായ ഔലിയാക്കളും ആരിഫീങ്ങളും അഖ്താബുകളുമായ സൂഫികളായ പണ്ഡിതന്മാർ അവർ പഠിപ്പിച്ച കിതാബുകളിൽ പറഞ്ഞതിന് വിരുദ്ധമായി ഞങ്ങൾ അവരെപ്പോലെ തന്നെയുള്ള കുത്തുബുകളാണ്, അവരെപ്പോലെ തന്നെയുള്ള ആൾക്കാരാണെന്ന് പറഞ്ഞിട്ട് കുറച്ച് വിവരം കെട്ട ജാഹിലീങ്ങൾ പുറത്തു വന്നു. അതാണ് ഈ വ്യാജ തരീഖത്തുകാർ എന്ന് പറയും. എന്നിട്ട് അവർ പറയുന്നത് പോലെ ഞങ്ങൾക്കും അവരെപ്പോലെ തന്നെയുള്ള ഉന്നതമായ സ്ഥാനമുണ്ട് എന്ന് വാദിച്ചു. അതുപോലെ തന്നെ ഞങ്ങളും ആ മുഹീദ്ദീൻ ശൈഖിനെ പോലത്തെ ആളാണ് അല്ലെങ്കിൽ റിഫായി ശൈഖിനെ പോലത്തെ ആളാണെന്ന് വാദിക്കാൻ നമ്മളെ മൗലവിമാരെ കിട്ടില്ല. കാരണം അവർക്ക് ഇല്ലാത്തൊരു സ്ഥാനം അവർ വാദിക്കാൻ പോകില്ല, അവർക്കുള്ള സ്ഥാനം മാത്രമേ പറയൂ. അതേസമയത്ത് ആ മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹും റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹും ഗസാലി ഇമാം റളിയല്ലാഹു അൻഹു പോലെയുള്ള വലിയ മഹാന്മാർ പറഞ്ഞ ആശയം ഇന്നതാണെന്നും ആ ആശയം മുറുകെ പിടിച്ച് നിങ്ങൾ ജീവിക്കണമെന്നും പറഞ്ഞു കൊടുക്കും. മറ്റൊന്ന്, ചെറിയ ഒരു പ്രസവിച്ച ഉടനെയുള്ള കുട്ടിക്ക് ഒരാൾ ഞാൻ വലിയ ഡോക്ടറാണെന്ന് പറഞ്ഞിട്ട് പ്രസവിച്ച ഉടനെയുള്ള കുട്ടിക്ക് നന്നായിട്ട് ആട്ടിറച്ചി ഇങ്ങനെ വിളമ്പുകയാണ്, അതിങ്ങനെ വായിലിട്ട് ഉന്തി കൊടുക്കുകയാണ്. അപ്പോൾ അത് കണ്ടിട്ട്, അല്ലെങ്കിൽ പ്രസവിച്ച ഉടനെ 1 or 2 വയസ്സുള്ള കുട്ടിക്ക് ദഹിക്കാത്തത് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കൊടുക്കുന്നത് കണ്ടിട്ട് അതേപോലെ കൊടുക്കാൻ നമ്മളെ ആസ്പത്രിയിൽ ഡോക്ടർ തയ്യാറാകാത്തത് എന്ന് ചോദിച്ചാൽ ആ ഡോക്ടർക്കറിയാം ഈ കുട്ടിക്ക് അത് ദഹിക്കൂല. അപ്പോൾ ആ കുട്ടിക്ക് ദഹിക്കുന്നതേ ആ കുട്ടിക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ തരീഖത്തിൻ്റെ മശായിഖന്മാർ
ഓരോരുത്തരുടെയും വേർതിരിച്ചിട്ടുണ്ട്. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഒളുവെടുക്കാതെ അവറത്ത് മറക്കാതെ ഖിബിലക്ക് തിരിയാൻ ഖിബില എങ്ങോട്ടാന്ന് മനസ്സിലാകാതെ നിസ്കാരത്തിൻ്റെ ഒരുക്കങ്ങളൊന്നും ഇല്ലാത്ത ഒരാൾക്ക് എന്തിനാണിടോ ഒരു ഇമാമിൻ്റെ ആവശ്യം എന്ന് ചോദിച്ചു. എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഒരു ഇമാം ആവശ്യമായി വരുന്നത് ഒളുവെടുത്ത് നിസ്കാരത്തിന് തയ്യാറായി എനിക്കാണ് ഇമാമിൻ്റെ ആവശ്യം. ഇതുപോലെ വലിയ വലിയ മഹാന്മാരും കയറിപ്പിടിച്ച് എത്തിപ്പെട്ട വലിയ വലിയ മഖാമുകൾ, സ്ഥാനങ്ങൾ, ആ സ്ഥാനങ്ങളിലേക്ക് എത്താൻ ആ സ്ഥാനത്ത് നേരത്തെ ഉയർന്നു വന്ന ആളുകൾ ഇമാമത്ത് കണഞ്ഞാൽ അവർ നേതൃത്വം നൽകണം. അങ്ങനെ ഉള്ള ഒരു സ്ഥാനത്തേക്ക് ഉയർന്നു വരാൻ മാത്രം പര്യാപ്തമായ ഒരു സാഹചര്യത്തിൽ ഈ സാധാരണക്കാരായ ആളുകൾ എത്തിയിട്ടില്ല. സാധാരണക്കാരായ ആളുകൾ എന്ത് സ്വീകരിക്കണം എന്നത് തരീഖത്തിൻ്റെ മശായിഖന്മാരായ ഇമാമിങ്ങൾ അവരെ കിതാബിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവരെന്താ വേണ്ടത്? അവർ കൃത്യമായി 5 വഖത്ത് നിസ്കരിക്കുക, കഴിയുന്നത്ര സുന്നത്ത് നിസ്കാരമൊക്കെ എടുക്കുക, ഖുർആൻ ഓതുക, ദിക്ർ ചൊല്ലുക, അത്തരം പരിപാടികളൊക്കെ ചെയ്യാം. അവർ അഹങ്കാരവും അസൂയൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടി നല്ല ബോധമുള്ള പണ്ഡിതന്മാരുടെ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കേൾക്കുകയും താഴ്മയോടുകൂടെ നല്ല സ്വഭാവത്തിൽ ജീവിക്കുകയും ചെയ്യാം. അതിലപ്പുറമുള്ള കാര്യങ്ങളിലേക്ക് പോയിട്ട് അവർ കച്ചവടമൊക്കെ വലിച്ചെറിഞ്ഞ് ഉള്ള ഈ വീടും അതുപോലെ സാധനങ്ങളൊക്കെ ഷെയ്ഖിന് കൊണ്ടുപോയി സമർപ്പിച്ച് എന്നിട്ട് ഷെയ്ഖിൻ്റെ കൂടെ അങ്ങ് കൂടിയാൽ നേരെ ഡയറക്റ്റ് ഷെയ്ഖ് അങ്ങ് സ്വർഗത്തിലെത്തിക്കുമെന്ന് വിചാരിച്ച്, എന്നിട്ട് ഈ ഷെയ്ഖിൻ്റെ എല്ലാ അന്ധവിശ്വാസങ്ങളും അവൻ്റെ മുഴുവൻ വിവരക്കേടുകളും കേട്ട് അതും കേട്ട് ഇങ്ങനെ ഇരുന്ന് അങ്ങനെ ദുന്യാവും ആഖിറും ഹസ്രത്ത് ദുന്യാവൽ ആഖിറ, ദുന്യാവും ആഖിറും നഷ്ടപ്പെടുത്തുന്ന ഒരു പ്രവർത്തനത്തിലേക്കാണ് ഈ വ്യാജ തരീഖത്ത് കയറിൽപ്പെട്ടു പോയ ആളുകൾ പോകുന്നത്. അതൊരിക്കലും തരീഖത്തല്ല. തരീഖത്തിന് അതിൻ്റേതായ വഴികളുണ്ട്, അതിൻ്റേതായ മാർഗങ്ങളുണ്ട്, അതിൻ്റേതായ ഉസ്ലൂബുണ്ട്. അതിനെ സംബന്ധിച്ചൊന്നും പഠിക്കാത്ത അറിയാത്ത സാധാരണക്കാരൻ ഇത് വലിയ തരീഖത്താണ്, ഞാനിപ്പോൾ അടുത്ത് മുഹീദ്ദീൻ ഷെയ്ഖ് ആകാൻ പോവാണ്, മറ്റേ എൻ്റെ ഈ ഷെയ്ഖാണെന്ന് പറഞ്ഞ് ഇരിക്കുന്ന ആൾ പണ്ടങ്ങാൻ മുഹീദ്ദീൻ ഷെയ്ഖ് ആയി കഴിഞ്ഞിട്ടുണ്ട് എന്ന് വിചാരിച്ചിട്ട് ഈ വ്യാജന്മാരായ കപടന്മാരായ ആളുകളെ കെണിയിൽപ്പെടണം. അവരെ പറ്റിയാണ് ബഹുമാനപ്പെട്ട മുഹീദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു വളരെ ശക്തമായി അവിടുത്തെ ഫത്ഹുർ റബ്ബാനിയിലും മറ്റു കിതാബിലുമൊക്കെ മുനാഫിഖുകൾ, ദജ്ജാലുകൾ, അവരുടെ അടുത്ത് നിങ്ങൾ പോയി ഇരിക്കരുത്, അവരെ നിങ്ങൾ സമ്പർക്കം പുലർത്തരുത്, അവരുമായി നിങ്ങൾ ബന്ധം പുലർത്തരുത്, അവർക്ക് ഇതിൻ്റെ യാതൊരു മാധുര്യവും ലഭിച്ചിട്ടില്ല, ലഭിക്കാനുള്ള സാധ്യതയും ഇല്ലാത്ത വിധത്തിലാണ് അവരുള്ളത് എന്ന് പറഞ്ഞ് താക്കീത് ചെയ്തത്. അപ്പം നമ്മൾ ഇമാമിങ്ങളുടെ ഔലിയാക്കളുടെ വഴിയിലാണ്. അവർ ഔലിയാക്കളുടെ വഴിയിൽ നിന്ന് ശൈത്താൻ്റെ വഴിയിലേക്ക് ജനങ്ങളെ തട്ടിക്കൊണ്ടുപോയി നിസ്കരിക്കുന്നവൻ്റെ നിസ്കാരം ഇല്ലാതെയായി, അതുപോലെ തന്നെ നല്ല കാര്യങ്ങൾ ചെയ്യുന്നതില്ലാതെയായി, ആലിമീങ്ങളെ ചീത്ത പറഞ്ഞ്, ആലിമീങ്ങളെ കുറ്റം പറഞ്ഞ്, മൂമിനീങ്ങളെ ഗീബത്ത് പറഞ്ഞ് ഞങ്ങളൊക്കെ വലിയ മഹാന്മാരാണ് എന്ന വലിയ കിബറോടുകൂടി ജീവിച്ച് അവസാനം ഈമാൻ നശിപ്പിക്കുന്ന രംഗത്താക്കാണ് ഈ വ്യാജന്മാർ പോകുന്നത്. അതുപോലെ പോകാൻ വേണ്ടി നിങ്ങളൊക്കെ വലിയ സ്ഥാനത്തെത്തിയിരിക്കും, നിങ്ങളൊക്കെ തരീഖത്തിൽ കൂടിയിട്ടുണ്ട്, നമ്മളൊക്കെ നിങ്ങൾക്ക് തരീഖത്ത് തന്നിട്ടുണ്ട് എന്നൊക്കെ പറയാനൊന്നും നമ്മുടെ ആലിമീങ്ങളെ കിട്ടില്ല. അതേ സമയത്ത് ആലിമീങ്ങൾ ബർക്കത്തിന് വേണ്ടി മശായിഖന്മാരിൽ നിന്ന്, അവർ ഉസ്താദുമാരിൽ നിന്നും വലിയ വലിയ മഹാന്മാരിൽ നിന്നും ദിക്റുകളൊക്കെ വാങ്ങിയിട്ടുണ്ടാവും. ആ ദിക്റെല്ലാം അവർ പറഞ്ഞു കൊടുക്കും, തബറുക്കിന് വേണ്ടി ആ ദിക്ർ പറഞ്ഞു കൊടുക്കും. അതിനാണ് നമ്മൾ തരീഖത്ത്, നമ്മുടെ മശായിഖന്മാർ, നമ്മുടെ ഉസ്താദുമാർക്കൊക്കെ തരീഖത്തുണ്ട്, അവരിന്ന് തരീഖത്ത് വാങ്ങാമെന്നൊക്കെ പറയുന്ന ഈ ദിക്ർ പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ്. അതിലപ്പുറം നേരത്തെ പറഞ്ഞതുപോലെ കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാണും ഞാൻ നിങ്ങളെ കൽബകമെന്നോവർ എന്ന് പറഞ്ഞ പോലെ ഒരു കുട്ടിയെ സംബന്ധിച്ച്, ഒരു വ്യക്തിയെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെ രോഗങ്ങളൊക്കെ ശരിക്കും കാണാനുള്ള കറാമത്തും, അതുപോലെ എൻ്റെ കണ്ണെപ്പോഴും ലൗഹിൽ അതെന്നോവർ എന്ന് പറഞ്ഞാൽ ലൗഹിൽ മഹ്ഫൂദ് നോക്കിയിട്ട് ഇവൻ്റെ പോക്കെങ്ങോട്ടാണ് എന്നൊക്കെ മനസ്സിലാക്കി അവരെ ആ നിലക്ക് സംസ്കരിച്ചെടുക്കാനുള്ള വലിയ ഉന്നതമായ പദവി, അത്തരം പദവികളുള്ള മഹാന്മാർ നമ്മുടെ ദൃഷ്ടിയിൽ ആരെയും ഇപ്പോൾ കണ്ടെത്തിയിട്ടില്ല. അത് നമ്മളും നമ്മുടെ ഉസ്താദുമാരൊക്കെ അത്തരം മുഹീദ്ദീൻ ഷെയ്ഖിനെ പോലത്തെ മർത്തബയിലുള്ളവരാണെന്ന് നമ്മളോട്ട് കരുതുന്നുമില്ല. അതുകൊണ്ട് നമ്മളുള്ളതുപോലെ പറയുന്നു. നമ്മൾ ജനങ്ങളുടെ ഇടയിൽ സ്ഥാനം കിട്ടലല്ല നമ്മുടെ ലക്ഷ്യം, അള്ളാഹുവിൻ്റെ അടുക്കൽ രക്ഷപ്പെടലാണ് നമ്മൾക്ക് ആവശ്യം. അതനുസരിച്ച് അള്ളാഹ് കൽപ്പിച്ചതനുസരിച്ച് അവരെ ശരിയായ റൂട്ടിൽ നടത്തിക്കൊണ്ടുപോകാനും അവരെ ഈമാൻ രക്ഷിക്കാനുമാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമാക്കൾ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. എൻ്റെ നാടിൻ്റെ അടുത്ത പ്രദേശമാണ് ആലുന്തറ എന്ന സ്ഥലം. ആലുന്തറ ത്വരീഖത്ത്, അത് തുടക്കത്തിൽ ബഹുമാനപ്പെട്ട ശൈഖുന എ പി ഉസ്താദ് വന്ന് അതിൻ്റെ ശേഷം പിന്നെ ഉസ്താദായിരുന്നു
നിരവധി തവണ ഖണ്ഡനങ്ങൾ നടത്തി ഒരു നാട്ടിലെ പരിസര പ്രദേശത്തെ ആയിരക്കണക്കിന് വിശ്വാസികളുടെ വിശ്വാസം സംരക്ഷിച്ച് ആണിയടിച്ച് നിർത്തിയതിൽ ഉസ്താദിൻ്റെ ഖണ്ഡനങ്ങളായിരുന്നു. പക്ഷേ ആ രൂപത്തിലുള്ള ഖണ്ഡനങ്ങളും ഒക്കെ വരുമ്പോഴല്ലേ ഈ സാധാരണക്കാരൊക്കെ ഉസ്താദ് നേരത്തെ പറഞ്ഞു രോഗങ്ങളുടെ അടുത്ത് മാത്രം ശ്രദ്ധിച്ചാൽ പോരെ എന്ന് പറയുമ്പോൾ ഒന്നുകൂടി ഒന്ന് വിശദീകരിച്ചാൽ സന്തോഷമായിരുന്നു. കാരണം ആ നാട് ഒന്നാകെ മാറിയത് ഉസ്താദിൻ്റെ അന്നത്തെ അതിശക്തമായ രൂപത്തിലുള്ള ഖണ്ഡനം കൊണ്ട് മാത്രമാണ്. അപ്പോൾ ആ ഒരു സമീപനം ഇന്നത്തെ കാലത്തും വ്യാജ തരീക്കത്തുകൾക്കെതിരെ എടുത്തൂടെ എന്നുള്ളതാണ്. അത് അവിടെ ആലന്തറ പ്രസംഗിച്ച അതേ പ്രസംഗം നമ്മൾ വന്നിട്ട് താമരശ്ശേരിയും പൂനൂരും കുന്നമംഗലത്തൊന്നും പ്രസംഗിച്ചിട്ടില്ലല്ലോ. കാരണം അവിടെ രോഗമുണ്ട്. ആ രോഗമുള്ള സ്ഥലത്ത് പോയിട്ട് അവിടെ ചികിത്സ നടത്തി അങ്ങനെ ആ രോഗത്തിലെ ജനങ്ങളെ മാറ്റിയെടുക്കാൻ ശ്രമിച്ചു. അതുപോലെ നിങ്ങളുടെ അടുത്ത് തന്നെ ഒരു സ്ഥലമുണ്ട് ഓമശ്ശേരി. അവിടെ ഒരു സംഗതിയിൽ പെട്ടുപോയിട്ട് ആളുകൾ നിസ്കാരമൊന്നും വേണ്ട എന്ന് പറയുന്ന സ്ഥാനത്തെത്തിയപ്പോൾ അവിടെ അതേപോലെ ഞാൻ പ്രഭാഷണം നടത്തിയിട്ടുണ്ട്. കൂത്തുപുറത്ത് വേങ്ങാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു പ്രായം ചെന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു. കിണറ്റി കുത്തിരിക്കലായിരുന്നു അയാൾ. അദ്ദേഹം കുറേ തെറ്റായ ആശയങ്ങൾ പ്രചരിപ്പിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ നോട്ടീസുകളും ലഘുലേഖകളൊക്കെ നാദാപുരം ഭാഗത്തൊക്കെ പ്രചരിപ്പിച്ചപ്പോൾ നാദാപുരത്തും കലാച്ചിയിലൊക്കെ അദ്ദേഹത്തിനെതിരെ പ്രഭാഷണം നടത്തിയിട്ടുണ്ട്. അതുപോലെ അങ്ങകലെ കൂട്ടായിയിൽ നൂർഷാ തരീക്കത്തിൻ്റെ ആളുകൾ വലിയ വെല്ലുവിളി നടത്തിയപ്പോൾ അവിടെ പോയി പ്രസംഗിച്ച് CD ഇറക്കിയിട്ടുണ്ട്. അങ്ങനെ ഓരോ സ്ഥലത്തും ആവശ്യത്തിനനുസരിച്ച് നമ്മൾ കൈകാര്യം ചെയ്യുന്നുണ്ട്. ഇപ്പോഴും ഒരു സ്ഥലത്ത് അത്തരം ഒരു തരീക്കത്ത് എന്ന പേരിൽ തരീക്കത്തല്ലാത്ത സാധനത്തെ തരീക്കത്ത് എന്ന പേരിൽ വലാലത്തിനെ പ്രചരിപ്പിക്കുന്ന ഒരു സ്ഥലം അതിൻ്റെ ഷെറുണ്ട് എന്ന് നമ്മളെ പ്രവർത്തകർ ബോധ്യപ്പെടുത്തി അവിടെ ഒരു പരിപാടി നടത്തണം എന്നാവശ്യപ്പെട്ടാൽ അവിടെ ഒരു പരിപാടി നടത്താൻ പോവും. അല്ലാതെ വെറുതെ ഇങ്ങനെ നമ്മൾ അമ്മികൊത്താനുണ്ടോ എന്ന് ചോദിച്ച് നടക്കുന്ന മാതിരി നടക്കേണ്ട ആവശ്യമില്ലല്ലോ. ആവശ്യമുള്ള സ്ഥലത്ത് ചെയ്യും, ആവശ്യമില്ലാത്ത സ്ഥലത്ത് അത് ചെയ്യൂല. അങ്ങനെയാണ് മുമ്പേ നടന്നു വരുന്നത്, ഇപ്പോഴും അങ്ങനെ തന്നെയാണ് നടക്കുന്നത്. അതിൽ മാറ്റമൊന്നുമില്ല. സമസ്തയുടെ 19ാം സമ്മേളനത്തിൽ 1951 മാർച്ചിൽ വടകര നടന്നൊരു സമ്മേളനത്തിലെ പ്രമേയം മഹാന്മാരുടെ പേരിൽ കഴിച്ചു വരാറുള്ള നേർച്ചകളും മറ്റും നടന്നു വരുന്നതും അഹ്ലുസുന്നയിൽപ്പെട്ട ഉലമാക്കളുടെ ദൃഷ്ടിയിൽ വിരോധിക്കപ്പെട്ടതുമായ എല്ലാ അനാചാരങ്ങളും നിർത്തൽ ചെയ്ത് തലസ്ഥാനങ്ങളിൽ സുന്നത്തായ ആചാരങ്ങളെ മാത്രം നടപ്പിൽ വരുത്താൻ ഈ യോഗം തീരുമാനിക്കുകയും ഉപദേശിക്കുകയും ചെയ്യുന്നു എന്നാണ് പ്രമേയം. പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ നാടുകളിലൊക്കെയും മതപരമായ പ്രവർത്തനങ്ങൾ സജീവമാണ്. മദ്രസകളും പള്ളികളും വയലുകളും ഗംഭീരമായി നടക്കുന്നുണ്ട്. അതേസമയം വിവാഹ വീടുകളിലും ആഘോഷ പരിപാടികളിലും പലപ്പോഴും എല്ലാത്തരം അതിർവരമ്പും ലംഘിക്കുന്നുണ്ട്. നേർച്ചൻ്റെ ഇത് മാത്രമല്ല, ഇത്തരം വിഷയങ്ങളും നന്നായിട്ട് എന്ത് ചെയ്യുന്നുണ്ട് ഇപ്പം നടക്കുന്നുണ്ട്. അപ്പോൾ ഉസ്താദുമാർ വരെ ഇക്കാര്യത്തിൽ വിമർശന വിധേയരാവുകയും ചെയ്യുന്നുണ്ട്. അപ്പം മതപ്രചാരണത്തിൻ്റെ പോരായ്മയാണോ ഇത് സൂചിപ്പിക്കുന്നത്? ആശുപത്രികളും ഡോക്ടർമാരും ഇല്ലാത്തത് കൊണ്ടല്ല രോഗം പകരുന്നത്, ആശുപത്രി വർക്ക് ചെയ്യാത്തതുകൊണ്ടുമല്ല. അത് രോഗം ഇങ്ങനെ പടർന്നുകൊണ്ടേയിരിക്കും. ഇതുപോലെ ആത്മീയമായ ബോധവും ചിന്തയും മനുഷ്യനെ നിയന്ത്രിക്കുന്നതിന് പകരം ഭൗതികമായ ചിന്തയും ഭൗതികമായ ആഹ്ലാദവുമൊക്കെ മനുഷ്യനെ രസം പിടിപ്പിക്കുന്ന ഖിയാമത്ത് നാളാണ്. അതുകൊണ്ട് പല സ്ഥലങ്ങളിലും പല വേദികളിലും അങ്ങനെ സംഭവിച്ചു പോകുന്നുണ്ട്. ആ സംഭവിച്ചു പോകുന്നതിനെതിരെ നമ്മളൊക്കെ പ്രഭാഷണങ്ങളിലും പ്രസംഗങ്ങളിലൊക്കെ നമ്മുടെ നാദാപുരം കൊല്ലത്തിൽ നടക്കുന്ന സപ്തദിന പ്രഭാഷണങ്ങളിലൊക്കെ അത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് നമ്മൾ ധാരാളമായി സംസാരിക്കുകയും ജനങ്ങളിൽ എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യാറുണ്ട്. ഇപ്പോൾ കർണാടകയിൽ നമ്മുടെ SOSൻ്റെ പ്രവർത്തകർ പ്രത്യേകം ഒരു പരിപാടി സംഘടിപ്പിച്ച് അതിൻ്റെ സമാപനത്തിൽ ഞാൻ പോയിരുന്നു. അങ്ങനെ ആവശ്യമുള്ള സ്ഥലങ്ങളിൽ ഇപ്പോഴും അതിനെതിരെയും നമ്മൾ പറയേണ്ടതൊക്കെ പറയുന്നുണ്ട്. ആരും ഇതൊരു തെറ്റാണെന്ന് അറിയാഞ്ഞിട്ടൊന്നുമല്ല ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത്, മറിച്ച് അതൊന്നും സാരമില്ല എന്നുള്ള നിലയ്ക്ക് ഒരു ദീനിനോടുള്ള അവഗണനയാണ്. ആ അവഗണന അനുസരിച്ച് ചെയ്യുകയാണ് പല സ്ഥലത്തും നടക്കുന്നത്. അല്ലാതെ അത് തിരിയാത്തതുകൊണ്ട് ചെയ്തു എന്നാണ് എന്ന അഭിപ്രായമില്ല. നേർച്ചയിലെ അനാചാരം എന്ന് പറയുന്നത് അന്ന് ചില സ്ഥലങ്ങളിൽ, ഇന്നും ചില സ്ഥലങ്ങളിൽ നടക്കുന്നുണ്ട്. നേർച്ച എന്ന പേരിൽ പരിപാടി നടത്തിയിട്ട് അവിടെ കുറേ വേണ്ടാത്ത പരിപാടികൾ, ശറഅയിന് യോജിക്കാത്ത പരിപാടികൾ നടത്തുമ്പോൾ അതൊരു മതപരമായ കർമ്മമാണ് എന്നും ഔലിയാക്കൾക്ക് വലിയ സ്നേഹവും പൊരുത്തവും കിട്ടുന്നൊരു സംഗതിയാണെന്നും ജനങ്ങൾ തെറ്റിദ്ധരിച്ചു പോകാൻ സാധ്യതയുള്ളത് കൊണ്ട് പണ്ഡിതന്മാർക്ക് അത് പ്രത്യേകം ഹൈലൈറ്റ് ചെയ്ത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കൽ ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് അന്നത്തെ പ്രമേയത്തിൽ
അതിനെ പ്രത്യേകം എടുത്തു പറയാൻ കാരണം. രണ്ട് ചോദ്യമുണ്ട് സാർ. ഇപ്പോൾ കേരള ജമിയത്തുൽ ഉലമ സ്ഥാപിതമായതിനു ശേഷമാണല്ലോ പ്രതിരോധ നിലക്ക് സമസ്ത കേരള ജമിയത്തുൽ ഉലമ സ്ഥാപിതമാകുന്നത്. ലോകപ്രസിദ്ധരായ ഉലമാക്കൾ, അതുപോലെ ലോകപ്രസിദ്ധ ഉലമാക്കൾ ഉണ്ടായിരുന്നെങ്കിൽ അതുവരെ മുസ്ലിം പണ്ഡിതന്മാരുടെ ഒരു സംഘാടനം കേരളത്തിൽ ഉണ്ടായിരുന്നില്ല. അനിവാര്യമല്ലെങ്കിൽ കൂട്ടായ്മ വേണ്ട എന്നാണോ ഇത് കാണിക്കുന്നത്? നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടം മുതൽ തന്നെ, അല്ലെ സഹാബത്തിൻ്റെ കാലഘട്ടം മുതൽ ഇവിടെ ഇസ്ലാം മതം വന്നിട്ടുണ്ടല്ലോ. എന്നിട്ട് അന്ന് സഹാബികൾ ഇവിടെ ഒരു സംഘടന ഉണ്ടാക്കിയില്ലല്ലോ. സഹാബികൾ ശേഷം ഇവിടെ ഒരുപാട് അയിമ്മത്ത് ജീവിച്ചല്ലോ. സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹുവിനെ പോലെയുള്ള ഒരുപാട് അയിമ്മത്ത് ജീവിച്ചല്ലോ. അവരാരും അങ്ങനെ ഒരു സംഘടന ഉണ്ടാക്കിയിട്ടില്ലല്ലോ. അപ്പോൾ എന്തുകൊണ്ടാണ് അവർ സംഘടന ഉണ്ടാക്കാതിരുന്നത്? അന്ന് അതിൻ്റെ ആവശ്യമില്ലാത്തതുകൊണ്ടാണ്. ആവശ്യത്തിനനുസരിച്ച് ഇസ്ലാമിൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കാനുള്ള മാർഗം തേടുക എന്നതാണ് നമ്മളെ അയിമ്മത്ത് മുൻഗാമികൾ നമുക്ക് പഠിപ്പിച്ചു തന്ന വഴി. അതുകൊണ്ടാണ് ഇപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്ത് ഷാഫി ഇമാം ഉണ്ടാക്കി അതുപോലെ ഒരു കിതാബ് റിസാല ഉണ്ടാക്കിയിട്ടില്ലല്ലോ, ഒരു കിതാബ് ലുമ്മ ഉണ്ടാക്കിയിട്ടില്ലല്ലോ. അതുപോലെ തന്നെ സഹാബത്ത് സഹീൽ ബുഖാരി പോലുള്ളൊരു കിതാബ് എഴുതിയിട്ടില്ലല്ലോ. കാരണം അന്ന് അതിൻ്റെ ആവശ്യമില്ല. അന്ന് എല്ലാവർക്കും സഹീൽ ബുഖാരി അറിയുന്ന പോലെ തന്നെ എല്ലാവരും. എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ബുഖാരിൻ്റെ കിതാബില്ല, ആ ഹദീസ് ഇങ്ങനെ പറയുകയും പഠിപ്പിക്കുകയൊക്കെ ചെയ്യുന്നവരാണ് എല്ലാവരും. അതോടുകൂടെ തന്നെ അവർ ദീനിന് വേണ്ടിയുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ വേറെ നടത്തുന്നുണ്ട്. അതേസമയത്ത് ഹദീസുകൾ എഴുതി വെച്ചില്ലെങ്കിൽ പിൽക്കാലത്ത് അത് ദോഷം ചെയ്യും എന്ന് കണ്ടപ്പോഴാണ് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു, അബൂബക്കർ ഇബ്നു ഹസ്ം റളിയല്ലാഹു അൻഹു പോലത്തവർ അതിനു വേണ്ടിയുള്ള തുടക്കം കുറിക്കുന്നത്. ഇതുപോലെ ഓരോ സംഗതികളും അതാത് കാലഘട്ടങ്ങളിൽ അയിമ്മത്ത് അവരെ കാലഘട്ടങ്ങളിൽ ഉസൂലുൽ ഫിഖ്ഹിൻ്റെ കിതാബ് എഴുതി വെക്കുകയും ഫിഖ്ഹിൻ്റെ കിതാബ് എഴുതി വെക്കുകയും ചെയ്തില്ലെങ്കിൽ പിൽക്കാലത്ത് കണ്ടവനൊക്കെ തോന്നിയാസം മതം പറയും എന്ന് കണ്ടപ്പോൾ പിൽക്കാലത്തുള്ള ആളുകൾക്ക് അത് നിലനിർത്താൻ വേണ്ടി ആവശ്യമായ കിതാബുകൾ രചിച്ചു. അപ്പോൾ മുമ്പെന്തെങ്കിലും രചിക്കാത്തത് എന്ന ചോദ്യമില്ല. മുമ്പ് അതിൻ്റെ ആവശ്യമില്ല. സ്വഹാബത്തിന് അവർക്ക് കുറഞ്ഞ ആളുകളും കുറച്ച് ആളുകളും ഇന്നത്തെ പോലെ ഇത്ര വിപുലമായിട്ടുള്ള ജനങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഒരാൾക്കൊരു വിഷയം വരുമ്പോൾ അവർ പോയിട്ട് അറിയുന്ന ഒരാളോട് ചോദിക്കും, അദ്ദേഹം ഒരു ഫത്വ കൊടുക്കും, അതനുസരിച്ച് മുന്നോട്ട് പോകും. പിന്നെ ഏകദേശം ആളുകൾ വന്ന് മുഫ്തികളും മുജ്തഹിദീങ്ങളുമാണ്. അന്നിങ്ങനെ എഴുതി വെച്ച് പിൽക്കാലത്തെ സുരക്ഷിതമായി നിലനിർത്തേണ്ട ആവശ്യം സ്വഹാബത്തിൻ്റെ കാലത്തില്ല. അങ്ങനെ ഓരോന്നും ഇപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലഘട്ടത്തിൽ ഖുർആൻ 30 ഒന്നും എഴുതി വെച്ചിട്ടില്ലല്ലോ. അന്ന് എഴുതി വെക്കണമെന്നില്ല, അന്നതിൻ്റെ ആവശ്യമില്ല. ആ സമയത്ത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇനി എഴുതി വെക്കൽ ആവശ്യമാണ് എന്ന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ശ്രദ്ധയപ്പെടുത്തിയപ്പോൾ എഴുതി വെച്ചു. അപ്പോൾ ഇസ്ലാമിൻ്റെ നിലനിൽപ്പിന് വേണ്ടി ദീനിൻ്റെ ഉലമാ, ദീനിൻ്റെ കാവൽക്കാരായ ഉലമാ കാലഘട്ടത്തിനനുസരിച്ച് ആവശ്യമുള്ള സമയത്ത് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ അങ്ങനെ ചെയ്തു വന്നതിൽപ്പെട്ട ഒന്നാണ് സുന്നത്ത് ജമാഅത്തിൻ്റെ ആശയം നശിപ്പിക്കാൻ വേണ്ടി സംഘടിതമായൊരു ശ്രമം നടത്തുന്നുണ്ട് എന്ന് കണ്ടപ്പോൾ ഉടനെ സംഘടന ഉണ്ടാക്കി അതിനെ പ്രതിരോധിക്കുകയും ശരിയായ ഇസ്ലാമിൻ്റെ ആശയത്തോടു കൂടി ഇസ്ലാമിക പ്രവർത്തനങ്ങൾ എങ്ങനെ നടത്തി ഇസ്ലാമിയുടെ നിലനിർത്താൻ സാധിക്കും എന്നതിന് വേണ്ടി സംഘടന രൂപീകരിക്കുകയും ചെയ്തു. ആവശ്യത്തിനനുസരിച്ചല്ലാതെ വെറുതെ ഇല്ലല്ലോ. അതേസമയത്ത് മുസ്ലിമീങ്ങൾ അന്നും ഇന്നും എന്നും സംഘടിതരാണ്. ഓരോ മഹലിലും ഒന്നിച്ച് സംഘടിക്കുന്നു, അവർ 5 നേരം നിസ്കരിക്കുന്നു, ഒന്നിച്ച് വന്ന് ജുമ നടത്തുന്നു, പെരുന്നാൾ ഖുതുബയും ജുമയൊക്കെ അത് വേറെ നടക്കുന്നു, മുസ്ലിമീങ്ങൾ ഒന്നിച്ച് ഹജ്ജ് ചെയ്യുന്നു. അങ്ങനെ എല്ലാവരും സംഘടിതരാണ്. പക്ഷേ അത് പ്രത്യേക സംഘടന എന്ന നിലക്ക് ഒരു സൊസൈറ്റീസ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു സംഘടന ഉണ്ടാക്കിയിട്ടല്ല എന്ന് മാത്രം. സംഘടിതരാണ് മുസ്ലിമീങ്ങൾ, എന്നും സംഘടിതരാണ്. അതാത് കാലഘട്ടത്തിലുള്ള പണ്ഡിതന്മാരെ അനുസരിച്ചും അംഗീകരിച്ചുമാണ് അതാത് മഹല്ലുകളിലും അതാത് പ്രദേശത്തുള്ള ജനങ്ങൾ ജീവിച്ച് വരാറുള്ളത്. അതിനൊരു സംഘടനാ രൂപം ഉണ്ടാക്കേണ്ട ആവശ്യം വന്നപ്പോൾ ഉണ്ടാക്കി. അതിൻ്റെ ഗുണം ഇന്ന് സമൂഹം അനുഭവിക്കുകയാണ്. അതില്ലാത്തതിൻ്റെ പേരിലാണ് ബംഗാളിലും ബീഹാറിലൊക്കെ ഉള്ള ആൾക്കാർ ഇവിടെ ഇപ്പോൾ ഒന്ന് ജോലി എടുക്കാനൊക്കെ വരുന്നവരുണ്ടല്ലോ. അവർക്കൊരു ഫാത്തിഹ പോലും അറിയില്ല, അതുപോലെ ഖുർആൻ ഓതുന്നത് അറിയില്ല, ഒളു എടുക്കുന്ന അറിയില്ല. അത് അത്തരത്തിലുള്ള കാലോചിതമായ പ്രവർത്തനം അവിടെ നടക്കാതെ പോയത് കൊണ്ടാണ്. അതുകൊണ്ട് കാലോചിതമായ പ്രവർത്തനം നടത്തിയെന്ന് മാത്രമേ ഉള്ളൂ. അതിനപ്പുറം ഒരു പുതിയതൊന്നും അതിലില്ല. ഐക്യവുമായി ബന്ധപ്പെട്ട ഒരൊറ്റ ചോദ്യം സാർ. കേരളത്തിൽ സുന്നിധാരകളിൽ തന്നെ സമസ്ത, സംസ്ഥാന, ദക്ഷിണ കേരള എന്നിങ്ങനെ വ്യത്യസ്ത സംഘടനകളുണ്ട്. ഐക്യത്തിൻ്റെ വാർത്തകൾ ഇടയ്ക്കൊക്കെ വന്നെങ്കിലും ഇപ്പോൾ 100ാം വാർഷികമൊക്കെ വ്യത്യസ്തമായാണ് ആഘോഷിക്കുന്നത്. ഇവയുടെ ഒരു പൊതു പ്ലാറ്റ്ഫോം ഇനി പ്രതീക്ഷിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ സാധ്യമാണോ? സൊസൈറ്റീസ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്ത ഓരോ സംഘടനകൾ, ആ സംഘടനകളാണ് കേരളത്തിലുള്ള ഓരോ സ്ഥാപനങ്ങളും നടത്തുന്നത്. ഇപ്പോൾ മർക്കസിന് ഒരു സൊസൈറ്റി ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്ത ഒരു സൊസൈറ്റി ഉണ്ട്, ഒരു കമ്മിറ്റി, ഒരു സംഘടന ഉണ്ട്. അതാണ് മർക്കസ് നടത്തുന്നത്. സിറാജുൽ ഹുദക്ക് വേറൊന്നുണ്ട്. അതേപോലെ തന്നെ പട്ടിക്കാട് ജാമിയ നൂരിയ അറബി കോളേജിൽ ഇപ്പോൾ അതിന് വേറൊന്നുണ്ടാവും.
നന്ദി അറബി കോളേജിനും മറ്റൊന്നുണ്ട്. അങ്ങനെ ഓരോ സ്ഥാപനത്തിനും ഉണ്ടാവും. അവരെല്ലാവരും പഠിപ്പിക്കുന്ന ആശയം ചിലപ്പോൾ ഒന്ന് തന്നെയായിരിക്കും. അതനുസരിച്ച് വ്യത്യസ്തമായ വേദികൾ, സംരംഭങ്ങൾ, വ്യത്യസ്തമായ സംഘടനകൾ. ഇനിയിപ്പോൾ പറഞ്ഞാൽ SSF എന്നുണ്ട്. അത് സൊസൈറ്റീസ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തൊരു സംഘടനയാണ്. SYS തന്നെ വേറൊന്നുണ്ട്. കേരള മുസ്ലിം ജമാഅത്ത് തന്നെ വേറൊന്നുണ്ട്. സമസ്ത കേരള ജമാഅത്തുൽ ഉലമ എന്നിട്ട് മറ്റൊന്നുണ്ട്. ഇങ്ങനെ വ്യത്യസ്തമായ സംഘടനകൾ ഉണ്ടാകുന്നത് കൊണ്ട് അവിടെ അനൈക്യമൊന്നുമില്ലല്ലോ. ഒരേ ആശയത്തിന് വേണ്ടി ഒരുപാട് വേദികളിൽ വ്യത്യസ്തമായ രൂപത്തിൽ പ്രവർത്തനങ്ങൾ നടത്തി ഒരേ ആശയത്തെ നിലനിർത്താൻ വേണ്ടി ശ്രമിക്കുന്നു എന്നല്ലാതെ അതിൻ്റെ പേരിൽ ഒരു അനൈക്യമുണ്ട് എന്ന് പറയുന്നതിന് യാതൊരു അർത്ഥവും ഇല്ലല്ലോ. എന്നാൽ പിന്നെ എല്ലാം കൂടിയിട്ട് ഒറ്റ ഒരു സ്ഥാപനം പോരെ, ഒരൊറ്റ സംഘടന പോരെ എന്ന് ചോദിക്കുന്നതിന് എന്താ അർത്ഥമുള്ളത്? പല സംഘടനകളിലായി പ്രവർത്തിക്കുന്നത് ഒരേ ആശയത്തിന് വേണ്ടിയാണ്. ഒരേ ആശയത്തിന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ പ്രശ്നങ്ങളൊന്നുമില്ല. ആ സമയത്ത് ആശയത്തിൽ വെള്ളം ചേർക്കുകയോ അല്ലെങ്കിൽ ആശയത്തിൽ നിന്ന് വ്യതിചലിക്കുകയോ ചെയ്യുമ്പോൾ അതിനെ ചോദ്യം ചെയ്യേണ്ടി വരും. അത് ചോദ്യം ചെയ്തിട്ടുണ്ട്, ഇനിയും ചെയ്യും. ഏത് കാലത്തും അത് സംഭവിച്ചുകൊണ്ടേയിരിക്കും. പൊതുശത്രുവിനെതിരെ മുസ്ലിങ്ങൾ ഒന്നിക്കണം എന്ന ആഹ്വാനം പല ഭാഗത്തുനിന്നും ഉണ്ടാകാറുണ്ട്. അങ്ങനെ ഒരു പൊതുശത്രുവിനെതിരെ മുസ്ലിങ്ങൾ ഒന്നിക്കണം എന്ന് പറഞ്ഞിട്ട് മുസ്ലിങ്ങൾക്കെതിരെ മുസ്ലിമീങ്ങളല്ലാത്തവരൊക്കെ ഒന്നിക്കണമെന്ന് മറ്റവരും അങ്ങനെ ഒരു വർഗീയത ഉണ്ടാക്കുന്ന ഒരു ശൈലി അത് ശരിയല്ല. അത് ഒന്നിക്കണം എന്നുള്ള ഒരു കൂട്ടർക്ക് മാത്രമുള്ളതല്ല, എല്ലാവർക്കും ഉണ്ടാവില്ലേ. അപ്പോൾ എന്താ, ഈ ക്രിസ്ത്യാനികളൊക്കെ മുസ്ലിമീങ്ങൾക്കെതിരെ ഒന്നിക്കണം എന്നവരും മുസ്ലിമീങ്ങളൊക്കെ ക്രിസ്ത്യാനികൾക്കെതിരെ ഒന്നിക്കണം എന്നവരും അതുപോലെ തന്നെ ഹിന്ദുക്കൾക്കെതിരെ മുസ്ലിമീങ്ങൾക്ക് ഒന്നിക്കണമെന്നവരും മുസ്ലിമീങ്ങൾക്കെതിരെ ഹിന്ദുക്കളൊക്കെ ഒന്നിക്കണമെന്ന് അവരൊക്കെ പറഞ്ഞാൽ ഈ നാട് കുട്ടിച്ചോറാൻ വേറെ എന്താ വേണ്ടി വരുമോ? അപ്പോൾ അങ്ങനെയല്ല ചിന്തിക്കേണ്ടത്. നന്മയിൽ എല്ലാവരും സഹകരിക്കുക. ഓരോരുത്തരുടെ മതം അനുസരിച്ചിലേക്കും ദീനുക്കും വലിയ ദീൻ അവർ നടന്നോട്ടെ എന്ന് വിചാരിക്കുക എന്നല്ലാതെ അങ്ങനെ ഒരു വർഗീയമായ ചിന്തയിലുള്ള ഒരൊന്നിക്കൽ അത് ഗുണത്തേക്കാളേറെ ദോഷം ചെയ്യുകയും മുസ്ലിമീങ്ങൾ ഈ ബഹുസ്വര രാജ്യത്ത് മുസ്ലിമീങ്ങളും അമുസ്ലിമീങ്ങളൊക്കെ കൂടിക്കലർന്ന് ഒരുമിച്ച് സഹകരിച്ച് ജീവിക്കുന്ന സാഹചര്യം നഷ്ടപ്പെടുത്തുകയും ചെയ്യുന്ന വിധത്തിലുള്ള എല്ലാവരും പരസ്പരം ശത്രുക്കളായി കണ്ട് എല്ലാവരും അങ്ങനെ ഒരു ശത്രുതാ മനോഭാവത്തോടുകൂടെ ജീവിക്കുന്നതിനോട് സമസ്ത കേരള ജമിയത്തുൽ ഉലമക്ക് ഒരു കാലഘട്ടത്തിലും യോജിപ്പുണ്ടായിട്ടില്ല, ഇനിയും ഉണ്ടാകുകയില്ല.